പേര് ഐസക് ന്യൂട്ടൻ. ഞാൻ കൊല്ലം ആയൂരിൽ നിന്ന് വരുന്നു. മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി. ഏറെ സന്തോഷത്തോടെയാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വന്ന് കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്ന ഉടമ്പടി എടുത്ത ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെയാണ്. 10-20 വർഷക്കാലത്തോളം ഞാൻ അമിതമായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ മദ്യപാന ശീലം കൊണ്ട് തന്നെ എനിക്ക് മസ്കറ്റിലൊക്കെ 10-20 വർഷം ഞാൻ മസ്കറ്റിലായിരുന്നു. മസ്കറ്റിൽ എനിക്ക് നല്ല ജോലിയും വാഹനവും ബിസിനസ്സും ഒക്കെ കടയൊക്കെ ഉണ്ടായിരുന്നു, കോഫി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെയും ഞാൻ നഷ്ടത്തിലെത്തി. വലിയ ബാധ്യതകളിലേക്ക് ഞാൻ എത്തപ്പെട്ടു. ഒരു നാശത്തിൻ്റെ വഴിയിലേക്ക് പോയി നിൽക്കുന്ന സമയത്താണ് എൻ്റെ മകൾ യൂട്യൂബിലൂടെ മാതാവിനെ കുറിച്ച് അറിയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് മകൾ പറഞ്ഞു, പപ്പ എനിക്ക് കൃപാസനത്തിൽ വരെ പോകണം. അന്ന് ഈ കൃപാസനം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോന്നറിയില്ല. ഞാൻ പറഞ്ഞത് എന്താണ്? അപ്പോൾ ഞാനൊരു ചെറിയ വണ്ടിയൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ പറഞ്ഞു, വണ്ടിയൊക്കെ വാങ്ങിയില്ല, അവിടെ ഒരു പള്ളിയുണ്ട്, മാതാവിൻ്റെയാണ്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടും, അതുകൊണ്ട് എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു ശരി പോകാം. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത്. 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നതെങ്കിലും അതിന് മുന്നേ ഞാൻ ഇവിടെ വന്നു. ഇവിടെ ഇരുന്നു, പ്രാർത്ഥനയെ കണ്ടു, മകൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് രാവിലെ ഒരു ഏകദേശം 6 മണി മുതൽ മദ്യപിക്കുന്ന ഒരു ശീലമായിരുന്നു എൻ്റെ. രാത്രിയിൽ എപ്പോഴും കണ്ടിന്യൂ മദ്യം വേണമെന്നൊരു ചിന്തയല്ലാതെ മറ്റൊന്നും എനിക്കില്ലായിരുന്നു. അതിൽ നിന്ന് ആര് പറഞ്ഞാലും മുക്തി നേടുന്നൊരവസ്ഥയിലും ആയിരുന്നില്ല ഞാൻ അന്ന് വീട്ടിൽ ചെന്ന് രാത്രി ഉറങ്ങുമ്പോഴൊക്കെ എൻ്റെ ചിന്ത ഇവിടെ വന്നതായിരുന്നു. ഈ മാതാവിൻ്റെ ഈ രൂപം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയായിരുന്നു. ഞാൻ രാത്രി കിടന്ന് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ സുഹൃത്തുക്കളുമായിട്ട് റോഡിലിറങ്ങി ഏകദേശം ഒരു 6 മണി സമയത്തോളം ആയിരിക്കും. എൻ്റെ ജംഗ്ഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ശരീരം പെട്ടെന്ന് വിറയ്ക്കുകയും ഞാൻ മഴ നനയുന്നത് പോലെ അങ്ങ് വിയർക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എൻ്റെ സുഹൃത്ത് പെട്ടെന്ന് പറഞ്ഞ് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പോയി, എൻ്റെ സൈഡ് കയ്യിലും കാലിനൊക്കെ വേദനയുണ്ട്. അപ്പം മദ്യപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നിൽക്കുന്ന സമയമാണ് ഞങ്ങളെല്ലാവരും ഇവിടെ. ഇപ്പോൾ അടുത്തൊരു ഡോക്ടറുണ്ട്, ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് പ്രഷർ ഇങ്ങനെ കൂടുക, എന്തുവാണെന്നറിയില്ല, ജീവിതത്തിലകത്ത് സംഭവമായിട്ട് വന്നു. ഞാനങ്ങനെ ഡോക്ടറെ കണ്ട് പരിശോധിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു സൈഡ് കൊണ്ട് വളരെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെ സുഹൃത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഹൈ പ്രഷറാണ്, പ്രഷർ കയറുകയാണ്. ഒരു സൈഡ് കൊണ്ട് കൈയും കാലിലും ഒക്കെ ചലനശേഷിക്കൊക്കെ അബദ്ധം വന്നു. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ മാതാവിൻ്റെ രൂപം ആലോചിച്ച് ഇങ്ങനെ കുറേ നേരം കിടന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴും അപ്പോഴും ഈ തലേന്ന് മുതലേ എൻ്റെ മനസ്സിൽ ഈ മാതാവിൻ്റെ രൂപം ഇങ്ങനെ തെളിഞ്ഞു നിന്നു. അന്ന് ഒരു വൈകിട്ട് വരെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. വൈകിട്ടായപ്പോൾ പ്രഷറൊക്കെ കുറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാനിങ്ങനെ വീട്ടിലെത്തിയെങ്കിലും കൈക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 27-ാം മാസത്തിൽ വീണ്ടും ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വന്ന ഉടമ്പടി എടുത്ത ശേഷം ഈ മദ്യപാനം ഞാൻ പൂർണ്ണമായി ഉപേക്ഷിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ മദ്യത്തോടുള്ള ആസക്തിയെ മാറുക, ഞാനിതിന് അഡിക്റ്റായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഒരു എനിക്ക് എല്ലാം നഷ്ടമായിരുന്നു. കാരണം ഞങ്ങൾ 8 മക്കളാണ്, ഇത് 8ാമത്തെ മകനാണ് ഞാൻ. എൻ്റെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും എല്ലാവർക്കും എന്നോട് എതിർപ്പായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവരുടെ കുറ്റമല്ല, എൻ്റെ ജീവിതശൈലി അതായിരുന്നു. പക്ഷേ അവരൊക്കെ ഒരുപാട് ശ്രമിച്ചെങ്കിലും എങ്ങും നിന്നും എനിക്കൊരു മാറ്റം ലഭിച്ചില്ല. പക്ഷേ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാവരും ഒറ്റപ്പെട്ടവനായിരുന്നു. ദേവാലയത്തിലെങ്ങും പോക്കുമൊന്നുമില്ല. എന്നാൽ എൻ്റെ മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ 450 അംഗങ്ങളിൽ പുറത്തുള്ള എൻ്റെ ദേവാലയത്തിലൊരു മാനേജിങ് കമ്മിറ്റി അംഗം കൂടിയാണ് അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന മാതാവിനോട് ഒരുപാട് നന്ദി കരയറ്റുന്നു. ഈ അവസരത്തിൽ തന്നെ എൻ്റെ മകളുടെ നേഴ്സിങ്ങിൻ്റെ അഡ്മിഷന് തന്നെ ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ശ്രമിച്ച് ഒരുപാട് ഹോസ്പിറ്റലുകളിലൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അഡ്മിഷനൊക്കെ റെഡിയാകും എന്നൊക്കെ പറഞ്ഞിരുന്നിടത്തൊക്കെ ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ 8 ലക്ഷം രൂപയൊക്കെ ഡൊണേഷൻ ചോദിച്ചു. അങ്ങനെ ഞാൻ വളരെ വളരെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാത്രി മോളെന്നോട് പറഞ്ഞു, അപ്പേ നമുക്ക് നാളെ കൃപാസനത്തിൽ പോയാലോ? ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ അപ്പം ഞാൻ ഈ ചെറിയ വണ്ടി ഇരുന്ന സമയത്ത് തന്നെ എനിക്കൊരു നല്ല വണ്ടിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്ന വഴിക്കൊരു വാഹനം കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു വാഹനം കിട്ടിയൊക്കെ ചെയ്തു. ഞാനങ്ങനെ മകളോട് പറഞ്ഞു നമുക്ക് രാവിലെ പോകാം. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് രാവിലെ ഇവിടെ വന്നു. വൈകിട്ട് വരെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഈ അഡ്മിഷൻ്റെ അവസാന ടൈമായി പോയിരുന്നു. എങ്കിൽ തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ തന്നെ ഞങ്ങൾ സാറ് വിളിക്കുകയും ഇപ്പോൾ 1.5 ലക്ഷം രൂപ അടച്ചാൽ മതി, ബാക്കി വർഷം അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നാളെ തന്നെ അഡ്മിഷൻ എടുക്കണം എന്നൊരു ഫോൺ കോളാണ് എനിക്ക് വീട്ടിൽ ചെന്നപ്പോൾ കിട്ടിയത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും മാതാവ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മാതാവിനോടുള്ള നന്ദി അവസരത്തിലേക്കുന്നു. ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ സമാധാനമേ ഇല്ലായിരുന്നു. ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നതിന് മുന്നേ
എൻ്റെ വീട്ടിൽ സമാധാനമില്ല. ഞാൻ 10 വർഷം ഗൾഫിലാണെങ്കിലും വരുന്ന ഇങ്ങനെ മദ്യത്തിന് ഒരു മദ്യം മാത്രമായിരുന്നു എൻ്റെ ജീവിതത്തിലെ. എൻ്റെ മകളോ മകനോ അവരോടൊന്നും എനിക്കൊരു കടപ്പാടുമില്ല. മദ്യത്തോട് മാത്രം കടപ്പെട്ടിരുന്ന എനിക്ക് ഇത്രയും പൂർണ്ണമായൊരു മാറ്റം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ സഹോദരങ്ങളെ ഇന്നും പറയും മത്തായി, എൻ്റെ നാട്ടിൽ മത്തായി എന്നറിയപ്പെടുന്നത്. മത്തായി കള്ളുകൂടി നിർത്തിയോ എന്നാൽ അതിശയം തന്നെ. അതെൻ്റെ ഇന്നത്തെ വിശ്വാസം എൻ്റെ മാതാവ് തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കരേറ്റുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞങ്ങളുടെ പ്രദേശത്തെ എല്ലാ ഭവനങ്ങളിലും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ എന്നോട് പലരും ചോദിക്കും മത്തായിക്കുട്ടി പോകാറുണ്ടോ? ഞാൻ പറഞ്ഞു പോകാറുണ്ട്, എല്ലാ മാസവും പോകും. അങ്ങനെ മിക്കവാറും എൻ്റെ 10-15ഓളം പേര് എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ ഒരു സുഹൃത്തും ഫാമിലിയും വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്തിനെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് ഞാൻ ഉടമ്പടി എടുപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. എൻ്റെ അനുഭവം പറയുമ്പം തന്നെ അവർക്കൊരു സന്തോഷമാണ് ഇങ്ങോട്ട് വരുന്നതിന്. അതിനൊക്കെ ഇപ്പം എന്നെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റം തന്ന്, കാരണം ഞാൻ ഒരുപാട് പടുംകുഴിയിലേക്ക് പോയി ബിസിനസ്സിലൊക്കെ ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടങ്ങൾ വന്ന് മദ്യപാനം കൊണ്ടാണ് നഷ്ടം വന്ന് ഒക്കെ പോയെങ്കിലും ഇന്ന് ഞാൻ പിടിച്ചു കയറുന്നത് എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബ പ്രാർത്ഥനയിലും മാതാവിനുള്ള പ്രാർത്ഥന എന്നെ എൻ്റെ എളിയ കുടുംബത്തെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഈ മകൻ പറഞ്ഞു നിർത്തുന്നത് തൻ്റെ ജീവിതം എങ്ങനെ പരിശുദ്ധ അമ്മ തിരിച്ചു തന്നു. ജീവനില്ലാഞ്ഞിട്ടല്ല, എന്നാൽ തൻ്റെ മദ്യപാനം മൂലം അത് തനിക്ക് ജീവിതത്തിൽ മറ്റാരോടുമായിരുന്നില്ല കൂടുതൽ കടപ്പാട്. താനൊരു ഇതിനൊരു അഡിക്റ്റായി എന്ന രീതിയിൽ തൻ്റെ ജീവിതം മാറുമ്പോൾ ഒരു ലക്ഷ്യമില്ലാത്ത തോണിയായിട്ട് ഈ മകൻ പോകുമ്പോഴാണ് എങ്ങനെ ജീവിതത്തിൽ ഈ മകനെ അമ്മ പിടിച്ചു നിർത്തുന്നു. പരിശുദ്ധ അമ്മ അതിന് എങ്ങനെയാണ് ഈ മകൻ്റെ ജീവിതത്തിൽ അമ്മ ഇടപെടുന്നത്. അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ഒറ്റപ്പെട്ടവനായിപ്പോയി, തനിക്ക് ആരുമില്ലാത്ത അവസ്ഥ, അതെല്ലാം തൻ്റെ കാരണങ്ങൾ കൊണ്ടാണെന്ന് ഈ മകൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരവസ്ഥയിൽ ഇന്ന് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി അമ്മയും ഈശോയും കൃപാസന അൾത്താരയിലൂടെ ഈ മകനെ എടുത്തുയർത്തിയിരിക്കുകയാണ്. അതായത് തൻ്റെ താനിന്ന് എങ്ങനെ തനിക്കിന്നൊരു ഈശോയുടെ മകനായിട്ട് തനിക്ക് ജീവിക്കുവാനായിട്ട് എങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് നമ്മെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാക്കുന്നത്, അതിലൂടെ നമുക്ക് വരുന്ന മാറ്റങ്ങൾ, നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് കിട്ടുന്ന കൃപകൾ, ഇതിനൊക്കെ നമുക്ക് നൽകപ്പെടും. പുതു ചൈതന്യത്താൽ നമ്മൾ നിറയും. നമ്മിലെ ശിലാഹൃദയം എടുത്തു മാറ്റിയിട്ട് മാംസളമായ ഹൃദയം നൽകി ദൈവപിതാവിൻ്റെ അരുമ സന്താനമായിട്ട് പിന്നീട് ഒരു മകനും മകളും മാറുമ്പോൾ അതുതന്നെയാണ് നിത്യജീവിതത്തിന് നമ്മെ അർഹരാക്കുന്നത്. എത്രയോ ധ്യാനങ്ങളൊക്കെ കൂടി, എത്രയോ നൊവേന പ്രാർത്ഥനകൾ കൂടി നാം ഈ വർഷങ്ങളൊക്കെ നടക്കുന്നു. എന്നാൽ അവിടെയൊന്നും ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒരു ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുക. ഇവിടെ ജീവിതത്തിൽ നാം തന്നെ ബോധ്യമുള്ളവരായിട്ട് വ്യക്തികൾ തന്നെയാണ് ജീവിത വിശുദ്ധീകരണത്തിനുള്ള മുൻകൈ എടുക്കുന്നത്. ആരുടെയും നിർബന്ധമല്ല, തങ്ങൾക്ക് തന്നെ അത് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ലഭിക്കുന്നു. അങ്ങനെ ഇന്ന് തൻ്റെ നാട്ടിലും വീട്ടിലും പ്രിയപ്പെട്ടവനായി തൻ്റെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും മകനായി മാറി എന്ന അഭിമാനത്തോടെ ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മകൻ പറയുമ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കും. കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് വിവേക് മാത്യു, ഇതെൻ്റെ വൈഫ് അലീന, ഞങ്ങളുടെ കുഞ്ഞ് നേറ മറിയം വിവേക്. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ എല്ലക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. ഞങ്ങൾക്ക് അമ്മ മാതാവ് വഴി ലഭിച്ച 2 അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2019 2021 വൈഫ് പ്രഗ്നൻ്റായിട്ട് ടെസ്റ്റിങ്ങിന് പോയപ്പം BCGയുടെ കൗണ്ട് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു. കൗണ്ട്
ഉണ്ട്, പക്ഷേ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന പോലെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നില്ല. അപ്പോൾ അവർ അത് റിസ്ക്കാണ്, അപ്പോൾ മിസ്കാരേജിലേക്ക് പോകും എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിയാൻസിയുടെ ഇഞ്ചക്ഷൻ നമുക്ക് തരികയും ഡിയാൻസി ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പം എനിക്ക് ഉടമ്പടീനെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും എനിക്ക് പ്രാർത്ഥന മാത്രം അയച്ചു തരികയും ചെയ്തു. ഞങ്ങൾക്കിങ്ങോട്ട് വരാനുള്ള സാഹചര്യമൊന്നും ആയിരുന്നില്ല. അപ്പം വീണ്ടും ഉടമ്പടി പ്രാർത്ഥന ഞാൻ തുടങ്ങി. വേറെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു, ചെയ്യാനുള്ള സാഹചര്യവും ഇല്ലായിരുന്നു, കോവിഡിൻ ടൈം ആയത് കാരണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രഗ്നൻ്റായി. അതും കെമിക്കൽ പ്രഗ്നൻസി എന്നുള്ള കാറ്റഗറിയിലോട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ വരികയും 2023 ജനുവരി 5-ാം തീയതി ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. കുഞ്ഞിന് വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. തിരിച്ചു പോയി 2ാമത്തെ മാസത്തിലായിരുന്നപ്പം വൈഫ് വീണ്ടും പ്രഗ്നൻ്റായി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കൊച്ചാണല്ലോ, മാതാവ് തന്നതായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കൂടുതൽ സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് ഇരുന്നു. പക്ഷേ സ്കാനിങ്ങിന് വേണ്ടി പോയപ്പം BCGയുടെ കൗണ്ടുണ്ട്, പക്ഷേ HCGയുടെ കൗണ്ടുണ്ട്, പക്ഷേ പ്രഗ്നൻസി എവിടെയാണെന്ന് അവർക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ട്യൂബിലായിരിക്കുമെന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് അതൊരു റിസ്ക് ഫാക്ടർ ആയത് കാരണം വീണ്ടും അത് ഇഞ്ചക്ഷൻ ചെയ്ത് കളയേണ്ടതായിട്ട് വന്നു. അപ്പം എൻ്റെ ഇവിടുത്തെ എടുത്ത ഓൺലൈൻ ഉടമ്പടി തീർന്നു. വീണ്ടും ഞാനത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് അത് പുതുക്കി. വീണ്ടും വൈഫ് പ്രഗ്നൻ്റായി, അതും കെമിക്കൽ പ്രഗ്നൻസിയായി. അപ്പോൾ അതും കഴിഞ്ഞ് ആ ഉടമ്പടിയുടെ കാലയളവും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ വന്നിട്ട് ഓൺലൈൻ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം. കാരണം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പത്രമൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഇവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കുറവ്, എൻ്റെ കൂടെയുള്ള ആരോ ഇപ്പോൾ ഇല്ല, ഒരു ധൈര്യക്കുറവ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു പ്രേക്ഷിത പ്രവർത്തനം എന്ത് ചെയ്യുമെന്നിങ്ങനെ ആലോചിച്ചപ്പം എനിക്ക് തോന്നി ഞാൻ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടനെ കൊടുത്തിട്ട് അതൊരു ഫ്രെയിം ചെയ്ത് പ്രാർത്ഥന പ്രിൻറ്റ് ചെയ്ത് എനിക്കറിയാവുന്ന ഒരു 4-5 ആൾക്കാരുടെ കയ്യിൽ അവരെ കൊടുത്തു, മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഒരു ദിവസം രാത്രി ഞാൻ ഒരു പെൺകൊച്ചിനെ എടുക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞില്ല, കാരണം ഇവൾ ഓൾറെഡി 4 മിസ്കാരേജ് കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഞാനിനി ഇവളുടെ അടുത്ത് ഞാൻ പറയാൻ പോയില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഒരാഴ്ചയോടെ കഴിഞ്ഞപ്പം വൈഫ് ടെസ്റ്റ് പോസിറ്റീവാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാനാണ് ഇവളുടെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫും പറഞ്ഞു ആ ഒരു ടൈമിൽ വൈഫും ഒരു സ്വപ്നം കണ്ടായിരുന്നു, ഒരു പള്ളി പെരുന്നാളിന് അവളൊരു പെങ്കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്വപ്നം അവളും കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പ്രഗ്നൻസി പീരീഡിൽ യാതൊരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. 4ാമത്തെ മാസം ഞങ്ങളിവിടെ വീണ്ടും വരികയും കൊച്ചിൻ്റെ ആരോഗ്യത്തിനും സുഖപ്രസവത്തിനും വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ഓരോ തവണ സ്കാനിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഉപ്പും തൈലവും പൂശുകയും വിശ്വാസപ്രമാണം ചൊല്ലിപ്പോവുകയും ചെയ്തു. അപ്പം കറക്റ്റ് ഡ്യൂ ഡേറ്റിൽ തന്നെ സുഖപ്രസവം കിട്ടി. നല്ലൊരു കൊച്ചിനെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. 2ാമത്തെ സാക്ഷ്യം, ഈ വൈഫ് 6ാമത്തെ മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല, കാരണം ഞാൻ അതിൻ്റെ മുമ്പ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ജോലിയായിരുന്നു അത്. കാരണം ഒന്നെങ്കിൽ ആ ജോലി ഒന്ന് എൻ്റെ എടുത്ത് കളയണമെങ്കിൽ മാതാവിൻ്റെ പരീക്ഷണമാകണം, അല്ലെങ്കിൽ അത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷയായിരിക്കാം എന്നാണ് ഞാൻ മനസ്സ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് ജോലി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. 1 മാസം അപ്ലൈ ചെയ്തു. ഒപ്പം കൊന്ത ചൊല്ലി കുരിശും വഴിയുടെ സമയമായിരുന്നു. അപ്പോൾ കുരിശും വഴി വീട്ടിലിരുന്ന് ഞാൻ തന്നെ പ്രാർത്ഥിച്ചു, കുർബാന ചൊല്ലി. 1 മാസമായി ജോലിയൊന്നും കിട്ടുന്നില്ല. 2 മാസമായി
1.5 മാസമായി. അപ്പോൾ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കാരണം എനിക്ക് അവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം എനിക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് മുമ്പിലോട്ടുള്ള ഒരു സ്റ്റെപ്പും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു പരീക്ഷണ കാലഘട്ടം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ കൂടുതൽ ഇഷ്ടമായിട്ട് പ്രാർത്ഥിച്ചു. 2 മാസം കഴിഞ്ഞു. കറക്റ്റ് പെസഹ വ്യാഴാഴ്ച എനിക്കൊരു ഇൻ്റർവ്യൂവിന് കോൾ വന്നു. പോയി തൈലം പൂശി പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. ഇപ്പം നല്ലൊരു ജോലി, എനിക്ക് നഷ്ടപ്പെട്ട ജോലിയേക്കാളും ഉയർന്ന സാലറിയിൽ ഒരു ജോലി എനിക്ക് കിട്ടി. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ 4 മിസ്കാരേജിലൂടെ കടന്നു പോയിട്ട് 5ാമതൊന്ന് പ്രഗ്നൻ്റ് ആയപ്പം ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും അറിയാം, അവർക്കൊത്തിരി വിഷമമാവും. ഇപ്പം ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പേടിയും ഭയവുമായിരുന്നു ആദ്യമേ. പക്ഷേ അതെല്ലാം അതിജീവിക്കാൻ സാധിച്ചത് മാതാവിനുള്ള മാധ്യസ്ഥം വഴിയും ഈശോയുള്ള പ്രാർത്ഥനയും വഴി മാത്രമാണ്. ഈ കുഞ്ഞ് പോസിറ്റീവ് ആകുന്നതെന്ന് അറിയുന്നതിന് 4 ദിവസം മുന്നേ തൊട്ട് അവസാനം വരെ ഞാൻ എല്ലാ ദിവസവും ഒരു വചനം കൊച്ചിന് വേണ്ടിയിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അത് എനിക്ക് ആ സമയത്ത് എവിടെ നിന്നോ അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമാണ്. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടിയാണ് നീ നടക്കുന്നതെങ്കിലും നീ ഭയപ്പെടേണ്ട, കർത്താവിൻ്റെ ചെങ്കോലും കിരീടവും നിനക്ക് ആശ്വാസം, നിനക്ക് ഉറപ്പേകും. അപ്പോൾ ഈ ഒരു വചനം ഈ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്നും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ആ പ്രഗ്നൻസി മുഴുവൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ 4 തവണ ഇങ്ങനെ പോയത് എന്തുകൊണ്ടാണെന്ന് ഒരു സ്പെഷ്യലിസ്റ്റിനോ ഡോക്ടറിനോ ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, ആർക്കും സഹായിക്കാനും സാധിച്ചില്ല ഞങ്ങളെ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു. പക്ഷേ പ്രാർത്ഥന വഴി മാത്രമാണ് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ എനിക്ക് 1 or 2 തവണ ഉടമ്പടി എടുത്ത് അല്ലെ പ്രാർത്ഥിച്ചിട്ട് പിന്നോട്ട് മാറുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും ദൈവം നിങ്ങൾക്ക് തരും. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞ്. ഇവക്ക് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് നെയ്റ മറിയം എന്നാണ്. അത് മാതാവിൻ്റെ പേരിനോട് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടതാണ്. എല്ലാവരും പറഞ്ഞു മാതാവ് തന്ന കുഞ്ഞാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവക്ക് മറിയം എന്ന് പേരിട്ട്. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. വിവേക് മാത്യു എന്ന ഈ മകനും ജീവിത പങ്കാളിയും കരത്തിലിരിക്കുന്ന കുഞ്ഞോടുകൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ വലിയ സന്തോഷത്തോടെ നന്ദി പറയുകയാണ്. ഈ കുടുംബം എത്ര കണ്ട് പൊള്ളുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയെന്ന് അവരുടെ വാക്കുകളിൽ നമ്മളോട് പങ്കുവച്ചു. സങ്കീർത്തനം 23:4 ഈ മക്കളെ മുന്നോട്ട് നയിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. മരണത്തിൻ്റെ നിഴലിവിട താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങൻ്റെ കൂടെയുള്ളതിനാൽ അവിടുത്തെ ചെങ്കോലും ദണ്ടും എന്നെ ആശ്വസിപ്പിക്കും. വലിയ തീവ്രമായ വേദനയിൽ ഓരോ തവണയും വലിയ പ്രതീക്ഷയോടുകൂടി ഒരു കുഞ്ഞിനെ ഉദരത്തിൽ സംവഹിക്കുകയും അല്പനാളുകൾക്ക് ശേഷം അത് ക്ലിനിക്കൽ ഇഷ്യൂസ് മൂലം അത് കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന നിരാശയിലേക്ക് നിബന്ധിക്കുകയും പിന്നീടും അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ അല്പം പോലും ചഞ്ചലപ്പെടാതെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി തുടരുകയും ചെയ്തതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ പങ്കുവയ്ക്കുന്നത്. അമ്മ മാതാവ് എങ്ങനെയൊക്കെ പരിപാലിച്ചുവെന്ന് അവർ പറയുന്നുണ്ട്. മകൻ പറഞ്ഞു, ഇടയ്ക്ക് ഉടമ്പടി ഒന്ന് നിർത്തി നാട്ടിൽ വന്നിട്ട് എടുക്കാം എന്ന് കരുതിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് അന്നുവരെ കൂടെയുള്ള ആരോ നഷ്ടപ്പെട്ടു, ഒരു ബലം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രത്യേകതയും. നമ്മൾ ഉടമ്പടിയിലാണോ, ആ ഉടമ്പടി ജീവിതം നമുക്ക് നൽകുന്നത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും അമ്മ മാതാവ് കൈമാറുന്ന ഒരു ആത്മബലവുമാണ്. ഈ ആത്മബലമാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത്. മകനത് എടുത്തു പറയുന്നുണ്ട്, ഒരു ധൈര്യം നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയെന്ന്. വീണ്ടും മകൻ പറയുന്നുണ്ട്, അമ്മ മാതാവ് കണ്ണീരോടെ പ്രാർത്ഥിച്ച് അതിൻ്റെ എല്ലാ പ്രവൃത്തികളിലേക്ക് ഞാൻ നന്നായി തുടങ്ങിയപ്പോൾ എങ്ങനെ സഹായിച്ചുവെന്ന്. പ്രേക്ഷിത പ്രവൃത്തികൾ, കാരുണ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റാതെ വിഷമിച്ചപ്പോൾ എങ്ങനെ ഇത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് അത് നെറ്റിൽ നിന്നും കൃപാസനം അമ്മയുടെ ചിത്രം ഡൗൺലോഡ് ചെയ്ത് അത് ഫ്രെയിം ചെയ്യാനും അതിൻ്റെ പ്രാർത്ഥന അച്ചടിച്ചുകൊണ്ട് കൊടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയും
അത് കുറച്ചു പേർക്ക് വിതരണം ചെയ്ത് കഴിയുമ്പോൾ ആ ദിവസം രാത്രി തന്നെ സ്വപ്നമുണ്ടാകുന്നു, ഒരു പെൺകുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നുവെന്ന്. ഭാര്യയോട് പറയുവാനോ, കാരണം അവളെങ്ങനെ ഈ 4 മിസ്കാരേജിന് ശേഷം ഏതൊരു മാനസികാവസ്ഥയിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് പറയുവാൻ തുനിഞ്ഞില്ലെങ്കിലും അമ്മ മാതാവ് കൊടുത്ത കമ്മ്യൂണിക്കേഷൻ സന്തോഷത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ഹൃദയത്തോട് സ്വീകരിക്കുകയാണ്. മകൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഞാൻ ക്യാരിയിങ് ആകുന്നതിന് 2 ആഴ്ച മുമ്പ് പള്ളിപ്പെരുന്നാളിന് ഒരു പെൺകുട്ടിയുമായി പോകുന്നതാണ് എനിക്ക് ലഭിച്ച ഒരു സ്വപ്നമെന്ന്. അമ്മ മാതാവ് 2 പേർക്കും ഒരേപോലെ കമ്മ്യൂണിക്കേഷൻ നൽകിക്കൊണ്ടാണ് ഞാൻ അനുഗ്രഹിച്ച് നൽകുന്ന ഒരു കുഞ്ഞാണ് ഉദരത്തിൽ വളരുന്നതെന്ന് ഇവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ആ മക്കൾ പറയുന്നുണ്ട്, സുഖപ്രസവത്തോടുകൂടി ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ മാതാവ് നൽകിയതിനെക്കുറിച്ച്. ജോലി നഷ്ടപ്പെടുമ്പോഴും സംഭവിക്കുന്ന സാക്ഷ്യം, അത് ഒത്തിരി എക്സ്പീരിയൻസ് അവിടെയുണ്ട്. കഴിവുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കേണ്ട ജോലി, അത് നഷ്ടപ്പെടുമ്പോഴും ഉടമ്പടിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ജോലിയിലേക്ക് അമ്മ മാതാവ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ തിരികെ പ്രവേശിക്കുവാനുള്ള വഴികൾ തുറക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ മക്കളുടെ വാക്കുകളിൽ എങ്ങനെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും. ഡോക്ടർമാർ വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും ഒരുപോലെ പറയുന്നു, എന്തുകൊണ്ടിങ്ങനെ തുടർച്ചയായി മിസ്കാരേജ് വരുന്നുവെന്ന് ഞങ്ങൾക്കിത് പറയുവാനാവില്ല. പ്രത്യേകിച്ച് മരുന്നൊന്നും തരാനുമില്ല. എല്ലാം ഓക്കെയാണെന്ന് പറയുമ്പോഴും ഇവരനുഭവിച്ച വലിയ സങ്കടത്തിന് മാതാവ് മാത്രമാണ് ആശ്വാസവും പരിഹാരവും ഉത്തരവും നൽകിയത്. വീണ്ടും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ആ ഉടമ്പടിയോട് പുലർത്തിയ വിശ്വസ്തതയിൽ, ആ ഉടമ്പടിയിൽ ആഗ്രഹിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ ചിത്രവും പ്രാർത്ഥനയും കൊടുത്ത് ഒന്ന് ഉടമ്പടിയെ ബലപ്പെടുത്തിയ ദിവസങ്ങളിൽ തന്നെ അടയാളം കൊടുത്തുകൊണ്ട് ആ പ്രഗ്നൻസിയെ കൺഫേം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാട്ടിൽ വന്ന് ഒത്തിരി യാത്രകൾ ചെയ്ത് മടങ്ങിപ്പോയെങ്കിലും ഉദരത്തിലുള്ള കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ലാതെ ആരോഗ്യത്തോടു കൂടി ആ മകൾക്ക് ലഭിച്ചു എന്നത് മകൾ പോലും അത്ഭുതപ്പെട്ട് പറയുന്നതുമാണ്. പിന്നെ ഒരനുഗ്രഹം കിട്ടുമ്പോൾ നമ്മളതെങ്ങനെയാണ് നിരന്തരം ജീവിതത്തോട് നിലനിർത്തുക, അതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും മറക്കാതിരിക്കുവാൻ ആ ഓമനത്വമുള്ള കുഞ്ഞിന് അവർ മറിയം എന്ന് തന്നെ പേര് കൊടുക്കുന്നു. ദൈവത്തോട് തിരികെ കൊടുക്കാനാവുന്ന നന്ദി അതാണ്. എന്നെ അനുഗ്രഹിച്ച ദൈവത്തെ ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് ഇത്ര നാൾ മരുന്നുകൊണ്ടോ മറ്റ് കാര്യങ്ങളുകൊണ്ടോ ഒന്നും ലഭിക്കാതെ ദൈവാശ്രയത്വത്തിൽ മാത്രം എനിക്കെൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ ദൈവം ഉരുവാക്കിയെങ്കിൽ ഞാൻ ആ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ആ അമ്മ മാതാവിൻ്റെ സ്മരണ ഓരോ നിമിഷവും നിലനിൽക്കുവാൻ വേണ്ടി ഞാൻ അങ്ങനെ തന്നെ പേര് ചൊല്ലി വിളിക്കുമെന്ന്. അതും ഈ മക്കളെടുത്ത വളരെ നേരത്തെ എടുത്ത തീരുമാനമായിരുന്നു, കുഞ്ഞിൻ്റെ പേര് മറിയമെന്നായിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിക്കുമ്പോൾ കുടുംബങ്ങൾ എങ്ങനെ ശാക്തീകരിക്കപ്പെടുന്നു, കുടുംബങ്ങൾ എങ്ങനെ അത്ഭുതകരമായി അനുഗ്രഹിക്കപ്പെടുന്നു, സാധ്യത മങ്ങുന്നിടത്തെങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു, ആത്മശക്തിയോടുകൂടി ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് ഈ 2 പേരും സന്തോഷത്തോടെ സ്നേഹത്തോടെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വാക്കുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഇവർക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് അലൻ തോമസ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പീച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജൂൺ 18-ാം തീയതിയാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രോഗശാന്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എൻ്റെ കരിയറിലുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഞാനപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ 2 വർഷം ഡിഗ്രിക്ക് പോയി. 2 വർഷം പോകാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ആയിപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഏകദേശം 18 പേപ്പറോളം ഞാൻ എഴുതിയായിരുന്നു. 18 പേപ്പറിൽ എനിക്ക് സപ്ലി കിട്ടി. അപ്പോൾ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. എനിക്കൊണ്ട് പറ്റില്ല, അപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ന്യൂസ് പേപ്പർ വഴി ഒരു ജോബ് വേക്കൻസി കണ്ടു. അപ്പോൾ അങ്ങനെ എറണാകുളത്തൊരു ഡെൻ്റൽ ടെക്നീഷ്യൻ്റെ 3 മന്ത് ഡിപ്ലോമ കോഴ്സ് ചെയ്തിട്ട് ഞാൻ ഡെൻ്റൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ 1 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു.
1 വർഷത്തോളം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് സേലം പോയി. സേലത്ത് നിന്ന് പിന്നെ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് തൃശ്ശൂരിൽ തന്നെ ഞാൻ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് എൻ്റെ കരിയറിൽ വലിയ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളില്ല. എപ്പോഴും ഒരേ റോബോട്ടിക് സ്റ്റൈലിൽ ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഉയർച്ചയില്ലാണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ലാബ് മാറുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വർക്കിൽ കാര്യങ്ങൾക്കൊക്കെ കംപ്ലയിൻറ്റ്സ് വന്നു തുടങ്ങി. അപ്പോൾ ഓണർക്കായാലും എന്നോടുള്ളൊരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര റോങ് ആയിട്ടുള്ള രീതിയിലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മെൻ്റലി അത് പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ +2 ക്വാളിഫിക്കേഷനേ ഉള്ളൂ. കാരണം ഞാൻ പിന്നീട് അങ്ങോട്ട് ഡിപ്ലോമയാണ് എടുത്ത്, പിന്നെ ഞാൻ ചെയ്ത ഡിഗ്രി ഡ്രോപ്പ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ഒരു +2 ക്വാളിഫിക്കേഷനാണ് എനിക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ. ഈ 3 മന്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് പുറത്തേക്ക് പോയാലും സക്സസ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സക്സസ് ആവാത്തതുകൊണ്ട് തന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാരണം എനിക്ക് പറ്റില്ല, എഡ്യൂക്കേഷനാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എവിടെയും വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ വീണ്ടും പഠിക്കാൻ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പഠിക്കാൻ പോകാൻ തീരുമാനിച്ചതിന് ശേഷം 2018 ഞാൻ +2 കഴിഞ്ഞ്. അതിനുശേഷം ഞാൻ 4 ഇയർ ഗ്യാപ്പ് വന്നു, ഈ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പ് വന്നു. അപ്പോൾ പുതിയൊരു നമ്മൾ അഡ്മിഷൻ വെക്കുമ്പോൾ ഇയർ ഗ്യാപ്പ് +2 എനിക്ക് 58% മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ലോവർ സ്റ്റുഡൻ്റ് ആയിരുന്നു. 58% വെച്ച് എവിടെ അഡ്മിഷൻ കിട്ടില്ല. ചെന്നാൽ ചോദിക്കുന്ന കോളേജിലൊക്കെ ഏകദേശം 1 ലക്ഷം രൂപ 60,000 രൂപയ്ക്കാണ് ഫീസ് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ പാലക്കാട് ജില്ലയിലോട്ട് കോളേജിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 30,000 രൂപ ഫീസ് വരും, കാരണം മാർക്ക് അത്രയാണല്ലോ, പിന്നെ എന്തായാലും അലോട്ട്മെൻറ്റിലൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല, അപ്പോൾ 30,000 രൂപ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്ന മേഡത്തിൻ്റെ കഴുത്തിലൊരു മാലയിൽ ഇവിടുത്തെ കാശ് രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മേഡം പറഞ്ഞു, ജസ്റ്റ് നീ ഒന്ന് വെച്ച് നോക്ക്, അലോട്ട്മെൻറ്റ് വെച്ച് നോക്ക്, എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മേഡത്തിൻ്റെ വാക്ക് കേട്ട് ജസ്റ്റ് ഞാൻ അലോട്ട്മെൻറ്റ് വെച്ചു. എനിക്ക് ഒരു 58% ഉള്ളൂ. അപ്പോൾ ഞാൻ അലോട്ട്മെൻറ്റ് വെച്ചു. ആ ടൈമിലാണെങ്കിൽ 88% 90% ഉള്ളവർക്ക് വരെ നമുക്ക് അഡ്മിഷൻ കിട്ടാത്തൊരു ടൈമാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ ആ കോളേജിൽ 58% ഉള്ള എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അങ്ങനെ എൻ്റെ അത് മുന്നോട്ട് പോയി. എനിക്ക് പിന്നെ അതുപോലുള്ള രോഗശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, എനിക്ക് 3 വർഷം മുന്നേ എനിക്ക് നടുവിന് പെയിൻ വന്നായിരുന്നു. നടുവിന് വീട് പണിയുടെ ടൈമിൽ ഒരു പോസ്റ്റ് എടുത്ത ടൈമിൽ നടുവിന് പെയിൻ വന്നായിരുന്നു. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു ആയുർവേദമൊക്കെ കാണിച്ചപ്പോൾ ആൾ ജസ്റ്റ് ഒന്ന് തിരുമ്മിയ 2 ദിവസത്തേക്ക് പെയിൻ മാറി. പിന്നീടും പെയിൻ വന്നു. അപ്പോൾ വേറൊരു ഡോക്ടറെ കാണിച്ചു. ആൾ എക്സ്റേസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ മസിലിന് ചെറിയ ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പൊയ്ക്കൊണ്ടിരുന്നു കുറച്ച് നാൾ. അത് കഴിഞ്ഞ് മാറാത്തതുകൊണ്ട് വേറൊരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു മസിലിനല്ല, ബോണിന് ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു ക്രാക്ക് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് അത് ജസ്റ്റ് അനങ്ങണ്ട, മരുന്ന് മാത്രം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയതിന് ശേഷം അത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഐ മീൻ അത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് മുന്നോട്ട് പോയി. ഒരു 1 ഇയർ കഴിഞ്ഞ ശേഷം പെയിൻ നല്ല രീതിയിൽ കൂടിയപ്പോൾ വീണ്ടും വേറൊരു ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു MRI എടുക്കാമെന്ന് പറഞ്ഞു. MRI എടുത്തപ്പോൾ എനിക്ക് ഡിസ്കിന് L4 L5 ബൾജായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്താൽ മതി, ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മാറി കിട്ടും, അത്രയേ ഉള്ളൂ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഫിസിയോതെറാപ്പി ഒരു 1.5 മാസത്തോളം കണ്ടിന്യൂ ചെയ്തു. എനിക്ക് യാതൊരു മാറ്റവും പെയിൻ വന്നില്ല. അങ്ങനെ ഒരു 1.5 മാസത്തോളം എൻ്റെ കോൺഫിഡൻസ് പോയി. കാരണം 1.5 മാസമായിട്ടും ഒരു പെയിനും മാറുന്നില്ല. അപ്പോൾ ഈ ഡോക്ടറിനോടുള്ളൊരു ഇത് പോയി എനിക്ക്. അപ്പോൾ അതിനുശേഷം വേറൊരു ഡോക്ടറെ കണ്ടു. ആൾ പറഞ്ഞു ഫിസിയോതെറാപ്പിനെ ചെയ്താൽ മതിടാ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫിസിയോതെറാപ്പി ചെയ്തു. പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരുന്നു. പെയിൻ കില്ലർ കഴിച്ചിട്ടും എനിക്ക് യാതൊരു പെയിന് കുറവില്ല. എനിക്ക് 2 തൊടയിലേക്കും പെയിൻ ഇറങ്ങി. എനിക്ക് 1/2 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം 22 വയസ്സുള്ളൊരു കുട്ടി, അതായത് 22 വയസ്സ് പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരായാലും പാടത്തും പറമ്പിലൊക്കെ ക്രിക്കറ്റും ഫുട്ബോൾ കളിച്ച് നടക്കുമ്പോഴും അല്ലെങ്കിൽ അവർ ഓടും ചാടും ഒക്കെ ചെയ്യുമ്പോഴും എനിക്കൊന്നിനും പറ്റില്ല. കാരണം ഡോക്ടർ എന്നോട് പറയുന്നത് അനങ്ങരുത്, നീ നടക്കുകയാണെങ്കിൽ അതുപോലെ നടക്കണം. ഒരു ബസ് പോയി കഴിഞ്ഞാൽ ബസ്സിൻ്റെ പിന്നാലെ ഓടിയാൽ പോലും എനിക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കിടക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കിടന്നുറങ്ങുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മലന്ന് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. കമ്മന്നോ സൈഡിലേക്ക് ചെരിഞ്ഞൊന്നും കിടക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര പെയിനായിരിക്കും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ടൈമിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ആണ്, വത്സ എന്ന് പറഞ്ഞ ചേച്ചി, മമ്മിയോട് വന്ന് പറയാണ്, കൃപാസനത്തെക്കുറിച്ച് വന്ന് പറയാണ്. കൃപാസനത്തെക്കുറിച്ച് വന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി ജസ്റ്റ് പിറ്റേ മാസം ഇങ്ങോട്ട് വന്നു, കൃപാസനത്തിൽ വന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. മമ്മി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയതിന് ശേഷം വീട്ടിൽ വന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വരണം എന്നുള്ളൊരു തോന്നൽ വന്നു. അതിന് മുമ്പേ ഞാൻ കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞാൻ ഇവിടേക്ക് വന്നു. ഇവിടെ അന്ന് തന്നെ ഉടമ്പടി എടുത്തു. എനിക്കറിയില്ല, മേളിൽ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ് ഉടമ്പടി, ഇങ്ങനെ പറ്റുമോ, എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ ഓക്കെ നോക്കാമെന്നുള്ള രീതിയിൽ ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഉടമ്പടിയായിരുന്നു. ഇത്രയും നാളും ഐ മീൻ നമ്മൾ ഹോസ്റ്റല്, സ്കൂള്, കോളേജ്, ഇങ്ങനെയൊക്കെ ഇത്രയും നാൾ ഇത്ര വർഷം ജീവിച്ച ജീവിതത്തിൽ നിന്ന് വേറൊരു ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന കുറേ പ്രശ്നങ്ങൾ എനിക്കത് ഉടമ്പടിയിൽ പാലിക്കാൻ പറ്റിയില്ല. അതായത്
ഉഴപ്പിന്ന് തന്നെ പറയാൻ പറ്റും. പ്രാർത്ഥനയായാലും കാര്യങ്ങളായാലും ഉഴപ്പിന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ എന്താ പറയുക, എൻ്റെ മെയിൻ ലക്ഷ്യം ഈ പെയിനായിരുന്നു. എനിക്ക് പെയിൻ കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് യാതൊരു ഇതും വന്നില്ല. കാരണം മെയിൻലി ഉടമ്പടി ഉഴപ്പിക്കൊണ്ട് തന്നെ ഇരുന്നുണ്ടായിരുന്നേ. ലാസ്റ്റ് ആ ഉടമ്പടിയുടെ അവസാനം, അതായത് 3-ാമത്തെ മാസത്തെ അവസാന വീക്കിൽ ഞാൻ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛനെ കണ്ട് ഇങ്ങനെ ശൈത്യ പൂശി പ്രാർത്ഥിച്ചു. എനിക്ക് ടെയിൽ ബോണായിരുന്നു എൻ്റെ പെയിൻ. ടെയിൽ ബോൺ എന്ന് പറഞ്ഞാൽ മൂട്ടലെന്ന് പറയും. മൂട്ടലിൽ നിന്നാണ് എനിക്ക് ബൾജ് ഉണ്ടായിരുന്നത്. ജോസഫ് അച്ഛൻ എൻ്റെ ഈ പുറത്താണ് വെച്ച് ശൈത്യ പൂശി പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം അടിച്ചു. കാരണം ജോസഫ് അച്ഛനോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ ടെയിൽ ബോണിലാണ് എനിക്ക് പ്രശ്നം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റിഗ്രറ്റ് അടിച്ചു. കാരണം എന്നാൽ ജോസഫ് അച്ഛൻ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കും, ജോസഫ് അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മാറും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ആണെന്ന് പറയാൻ പറ്റില്ല, ഒന്നും മിണ്ടാനും പറ്റിയില്ല. അങ്ങനെ ആ ഒരു മൈൻഡും വെച്ചാണ് നേരെ ഇവിടെ നിന്ന് പോണത്, വീട്ടിലേക്ക് പോണത്. അയ്യോ ജോസഫ് അച്ഛനോടൊന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ വീട്ടിലേക്ക് പോണത്. അങ്ങനെ എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കലിൻ്റെ ദിവസം വന്നു. 2ാമത്തെ ഉടമ്പടി പുതുക്കലിന് ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. അന്ന് ഞാൻ എന്നോട് ഇവിടുന്ന് ബ്രദർ പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന കുറച്ച് ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്ന ടൈമിൽ ബസ്സിൽ വെച്ചൊരു ചേച്ചീനെ കണ്ടു. ആ ചേച്ചീനെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ടൂറിസ്റ്റ് ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പോയപ്പോഴും അതേ ബസ്സിലാണ് പോകണം. ആ ചേച്ചി ആ ബസ്സിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആ ചേച്ചി ഞാൻ കണ്ടില്ല. ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് ദൈവത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും പറഞ്ഞു തന്നു. ലാസ്റ്റ് എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു, ഉമ്മ വെച്ചിട്ട് പറഞ്ഞു നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അങ്ങനെ ആ ചേച്ചി പോവുക ചെയ്തത്. അപ്പോൾ ആ ചേച്ചി എനിക്ക് പ്രാർത്ഥിക്കേണ്ട രീതി പറഞ്ഞു തന്നു, കൊന്ത ചൊല്ലണം എങ്ങനെയൊക്കെയാണെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അത് ഫോളോ ചെയ്യാൻ നോക്കി. അങ്ങനെ എൻ്റെ 2ാമത്തെ ഉടമ്പടി 2ാമത്തെ ആഴ്ചയായപ്പോൾ ഞാൻ സ്വപ്നത്തിൽ ജോസഫ് അച്ഛനെ കാണുകയാണ്. ജോസഫ് അച്ഛൻ എൻ്റെ വീടിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ മമ്മി ജോസഫ് അച്ഛനെ വിളിക്കുന്നുണ്ട്, ജോസഫ് അച്ഛൻ ഇവന് ഇതേ നടുവിന് പെയിനാണ്, ഇവനൊന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ജോസഫ് അച്ഛൻ എന്നാൽ വാടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. എന്നിട്ട് എൻ്റെ വീടിൻ്റെ സൈഡിലൊരു റൂമിൽ കയറ്റിയിട്ട് എന്നോട് കയറാൻ പറഞ്ഞു. എന്നിട്ട് എവിടെയാണ് എനിക്ക് പെയിൻ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ടെയിൽ ബോണിലാണ് പെയിൻ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ തള്ളവരൽ വെച്ചിട്ട് അവിടെ പ്രസ് ചെയ്ത്, ആ പ്രസ് ചെയ്യുമ്പോൾ ഇത് ഞാൻ സ്വപ്നത്തിലാണ് കാണുന്നത്. പക്ഷേ ആ പ്രസ് ചെയ്യുമ്പോൾ എനിക്ക് ഒറിജിനാലിറ്റി ഫീലാണ്. കാരണം എനിക്ക് അവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല പെയിൻ എടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ അച്ഛൻ നല്ല രീതിയിൽ പ്രസ് ചെയ്തു. അച്ഛൻ നല്ല രീതിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു നീ പോയി ഒരു ഭക്തിഗാനം ഇടാൻ പറഞ്ഞു. അന്ന് ഞാൻ പോയി ഒരു ഭക്തിഗാനം ഇട്ടിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെയുണ്ട് ശ്വാസം മുട്ടൊക്കെയെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ കുഴപ്പമില്ലടാ, നീ എന്തായാലും പൊക്കോ മാറി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്വപ്നം അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എണിച്ചപ്പോട്ട് എനിക്ക് അവിടെ പെയിനില്ല. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ എനിക്കുമ്പോൾ പെയിൻ ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ വരും. പക്ഷേ അതുപോലെയാണെന്ന് വിചാരിച്ചു. ഞാൻ നേരെ പോയി മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് അവിടെ പെയിനില്ല, ഇങ്ങനെയാണ് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു. മമ്മി അപ്പോൾ പറഞ്ഞു നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് ഈ ഡിസ്ക് ബൾജ് ഉള്ളതുകൊണ്ട് തന്നെ എന്നോട് എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയിട്ട് ഞാൻ ഒരു 1 കിലോമീറ്റർ നടക്കും. അപ്പോൾ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ജസ്റ്റ് ഒന്ന് ഓടി നോക്കാം. എന്നോട് ഡോക്ടർ ഓടരുത് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഓടി നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ അമ്മേനെ വിശ്വസിച്ച് ഞാൻ ഓടാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഓടി വന്നിട്ടും എനിക്ക് യാതൊരു പ്രശ്നമോ പെയിനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ ജസ്റ്റ് എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അന്ന് ഞാൻ നേരെ പോയി ഒരു ഫുട്ബോൾ കളിച്ച് നോക്കി, ക്രിക്കറ്റ് കളിച്ച് നോക്കി. എൻ്റെ ബോഡി കംപ്ലീറ്റ് ഞാൻ ഇളകണ രീതിയിലുള്ള എക്സസൈസ് ചെയ്ത് നോക്കി. എന്നിട്ടും ഇന്നിപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതിൽ അമ്മ മാതാവ് എന്നെ ഒരുപാട് കാത്തു. കാരണം 3 വർഷമായിട്ട് ഞാൻ സഹിച്ച ഒരു പെയിൻ ഉണ്ടായിരുന്നു. ആ പെയിൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി സ്വപ്നം കൊണ്ടാണ് മാറ്റി കളഞ്ഞത്. അതുപോലെ തന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര വിശ്വാസത്തിൽ ഭയങ്കര കുറവായിരുന്നു. പള്ളിയിലൊന്നും പോയാലും പള്ളിയിലൊന്നും കയറുന്നില്ല, കഞ്ഞിപ്പരയിലൊക്കെ പോയിരിക്കുക, അങ്ങനെ സെറ്റപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ചതിന് ശേഷം പപ്പ തന്നെ പള്ളിയിൽ കയറാൻ തുടങ്ങി, പള്ളിയിൽ കുർബാന കൈക്കൊള്ളാൻ തുടങ്ങി, കുർബാന കാണാൻ തുടങ്ങി. അങ്ങനെ പപ്പ ഭയങ്കര വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു. ഇവിടെ വന്ന് ജപമാല റാലിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വന്ന വിശ്വാസ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ 5 മിനിറ്റ് ആയിരുന്നു കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് സ്വർഗ്ഗസ്ഥനായ പിതാവ് വിശ്വാസ പ്രമാണം നന്മ പറഞ്ഞ ചൊല്ലുക, കാര്യം കഴിഞ്ഞു. ബൈബിളൊക്കെ 1 മിനിറ്റ് വായിക്കുക, അങ്ങനെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 5 മിനിറ്റുള്ള പ്രാർത്ഥന 5 മിനിറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതും ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഈ കുടുംബത്തിൽ കുറിച്ച് വരുന്ന ടൈമിൽ ഞാൻ നേരെ പോയി കുളിക്കാൻ കയറും. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കൂട്ടുകെട്ടിൽ ഡിപ്പെൻഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ടൈം നോക്കും, ഓക്കെ 7:30 വീട്ടിൽ കയറണ്ട, കുരിശ് വരയ്ക്കുന്ന ടൈമിൽ അത് കഴിഞ്ഞിട്ട് കയറാമെന്നുള്ള മൈൻഡിൽ ഞാൻ അങ്ങനെ നിൽക്കും. അങ്ങനെ ഉഴപ്പി നടന്ന ഒരു ജീവിതമായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വീട്ടിലെ കുരിശ് ഒരു 5 മിനിറ്റ് എന്നുള്ളത് 30 മിനിറ്റോളം ആയി ഉയർന്നു. ബൈബിൾ വായിക്കാൻ തുടങ്ങി. എൻ്റെ പേഴ്സണൽ പ്രയർ തന്നെ ഏകദേശം 45 മിനിറ്റോളമായി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കും. അതും
ഞാൻ കൂടുതലും കൊടുത്തുകൊണ്ടിരുന്ന പള്ളികളിലായിരുന്നു, പുത്തമ്പള്ളി അങ്ങോട്ടേക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു ഇത് എല്ലാവരും അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, അപ്പോൾ വേറെ എന്തെങ്കിലും മാറ്റിപ്പിടി. അങ്ങനെ ഞാൻ പിന്നെ ഇവിടുന്ന് പത്രം വാങ്ങി നേരെ പാലക്കാട് ജില്ലയിൽ കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകും. വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ. ഞാൻ മരുഭൂമിയിൽ നദികളും വിജനദേശത്ത് പാതയും ഉണ്ടാക്കും. ഇവിടെ അലൻ തോമസ് ഈ മകൻ്റെ ജീവിതം വരച്ചു കാട്ടുകയാണ്. താൻ എങ്ങനെയായിരുന്നു, ഇന്ന് എന്താണ് തൻ്റെ ജീവിതത്തിൽ ഉടമ്പടി തനിക്ക് എങ്ങനെയാണ് തന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റിയത്. അതാണ് അലൻ തോമസ് പറയുക. പഠന മേഖലയിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അതൊക്കെ മറ്റുള്ളവർക്ക് കൂടുതൽ സ്കോർ ഉള്ളവർക്ക് പോലും അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോൾ തനിക്ക് അഡ്മിഷൻ കിട്ടിയതും, അങ്ങനെ തനിക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതുപോലെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ അതും തൻ്റെ പപ്പയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു, ഈ മകന് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഉടമ്പടി എടുത്ത് ഉഴപ്പി നടന്ന ഒരു അവസ്ഥയിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് തൻ്റെ രോഗസൗഖ്യങ്ങൾ പിന്നീട് അച്ഛനോട് തനിക്ക് പറയാൻ പറ്റാതിരുന്ന കാര്യം സ്വപ്നത്തിൽ അച്ഛനോട് എങ്ങനെ പറയാൻ സാധിച്ചു എന്നും, അങ്ങനെ തനിക്ക് കിട്ടിയ ഹീലിംഗ് ഒക്കെ എങ്ങനെയാണ് തനിക്ക് ഇപ്പോൾ ഏറ്റവും കൃപയായി തനിക്ക് മാറിയത്. ഇന്ന് കുടുംബ പ്രാർത്ഥനയിലൊക്കെ സജീവ പങ്കാളിത്തം, അതുപോലെ ദേവാലയത്തിൽ കൂദാശ ജീവിതത്തിൽ ദേവാലയ ശുശ്രൂഷകൾക്കൊക്കെ ഇന്ന് ഒത്തിരിയേറെ പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ഒരു കുടുംബമായി ഈ മകൻ്റെ കുടുംബവും ഈ മകനും മാറുകയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കേണ്ട, പരിഗണിക്കേണ്ട, നമുക്ക് വേണ്ടി ഉടമ്പടിയിലൂടെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തിന് നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സിന്ധു കുര്യൻ. ഞാൻ എറണാകുളം ജില്ലയിലെ പെരിങ്ങാല എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാനിപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് UK നിന്ന് ലീവ് എടുത്ത് ഇതിനു വേണ്ടി മാത്രം വന്നതാണ് ഇവിടെ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാതാവ് 2 വലിയ അനുഗ്രഹങ്ങളാണ് തന്നത്. ഒന്ന്, സ്റ്റേജ് 3 ആയ ബ്രസ്റ്റ് ക്യാൻസർ എനിക്ക് സുഖപ്പെടുത്തി തന്നു. 2, എനിക്ക് UK വിസ തന്നു. ഇത് രണ്ടും ഈശോ എനിക്ക് തന്ന മാതാവിലൂടെ നേടിത്തന്നു കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. ഞാൻ സൗദിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു UK പോകുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ UK ഒരു ഏജൻസിയെ സമീപിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്, അവർ വഴി ഞങ്ങൾ ഏജൻസിയെ സമീപിച്ച് ഞങ്ങൾക്കൊരു വർക്ക് പെർമിറ്റ് കിട്ടി അവിടെ പോകാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സൗദിയിലുള്ള ജോലി റിസൈൻ ചെയ്തു COS വരാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഏജൻറ്റ് പറയുന്നത് ആ വർക്ക് പെർമിറ്റിൽ COS കിട്ടില്ല, ഇപ്പം എന്തോ ഒരു തടസ്സമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിൽ നീ പോയി ഉടമ്പടി എടുക്ക്, അപ്പം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം അവിടെ നിന്ന് ഞാൻ പോന്നിട്ടില്ലായിരുന്നു സൗദിയിൽ നിന്ന്. അപ്പം ഞാൻ ഓൺലൈനിൽ അവിടെ നിന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ 2ാമത്തെ ദിവസം ഈ ഏജൻറ്റ് തന്നെ വിളിച്ചിട്ട് എനിക്ക് വേറെ ഒരു ഇൻ്റർവ്യൂ തരികയും 2 ദിവസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് പുതിയത് കിട്ടുകയും, അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് COSന് വേണ്ടി സൗദിയിൽ നിന്ന് നാട്ടിലോട്ട് തിരിച്ചു പോന്നു. പോരുന്ന സമയത്ത് ഞാനിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പുള്ളതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ നഴ്സായത് കൊണ്ട് എനിക്ക് തന്നെ എക്സാമിൻ ചെയ്തിട്ട് ഞാൻ തന്നെ പോയി സ്വന്തമായിട്ടൊരു മാമോഗ്രാം ചെയ്തു. മാമോഗ്രാം ചെയ്തപ്പോൾ ആ ചെയ്ത ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞു, നിനക്കറിയാമല്ലോ ഇതെനിക്ക് തോന്നുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇതിനൊരു ബയോപ്സി നമുക്ക് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് അവിടെ വെച്ച് ഡോക്ടറെ പോലും കാണാതെ ബയോപ്സി എടുത്തു. ബയോപ്സി എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ 1-2 ബയോപ്സി അവിടെയും കൂടെ എടുത്തു അവർ. അതെടുത്ത് സ്കാൻ ചെയ്തു, CT സ്കാൻ ചെയ്തു, MRI ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു ഇത് ഓൾറെഡി ഇത് ഒരു അഗ്രസീവായിട്ടുള്ള ക്യാൻസറാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ വിസ കിട്ടി, ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്, എനിക്ക് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ ഈ വിസയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നാൽ മരിച്ചു പോകും, UK ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ഒരു 6 മാസമെങ്കിലും എടുക്കും, അവിടെ ചെന്ന് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞു.
നീ ഇപ്പോൾ വിസയാണോ നിനക്ക് ജീവിതമാണോ വലുതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥ വന്നു. ഞാനിവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു. അച്ഛനോട് അതൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒരു വിഷയം പറയാൻ പറ്റുള്ളൂ എന്ന് അന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ബ്രസ്റ്റ് ക്യാൻസറാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിനകത്ത് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് മാത്രം എഴുതി. എൻ്റെ വിസയും ടിക്കറ്റ് എടുക്കാനുള്ള എല്ലാ പേപ്പറുകളും എടുത്ത് കയ്യിൽ വെച്ച് അച്ഛനോട് ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് കയ്യിൽ വെച്ചു. അച്ഛനോട് ഞാനതൊന്നും പറഞ്ഞില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് 2 വചനങ്ങൾ കിട്ടി. ഒന്ന് നമ്മൾ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുക, അങ്ങനെ ഒരു വചനം, ഞാൻ വചനം ഏതാന്ന് മറന്നുപോയി. അങ്ങനെ ഒരു വചനം എനിക്ക് അന്ന് കിട്ടി. അത് കഴിഞ്ഞിട്ട് കിട്ടിയത് വൈദ്യസഹായം നിരസിക്കരുത്, വൈദ്യനെ സൃഷ്ടിച്ചതും ദൈവം തന്നെയാണെന്ന് ഞാൻ ബൈബിളിൽ നിന്നൊരു വചനം കണ്ടു. അപ്പോൾ എനിക്കൊരു ധൈര്യമായി, ഞാൻ പോയാലും എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും, ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് മാതാവ് പറഞ്ഞതായിട്ട് മനസ്സിലായി. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ആങ്ങൾ അന്നേരം ഒരു ആക്സിഡൻ്റായിട്ട് കിടക്കും. അപ്പോൾ എനിക്ക് വീട്ടിൽ ആരോടും പറയാൻ മേലാത്തൊരവസ്ഥയാണ്, എനിക്ക് വയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് ആരോടും പറയണ്ട, പറയാതെ പോയി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങനെ അവർ എല്ലാം വിഷമിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരോടും പറയാതെ, യാത്ര പോലും പറയാതെ, ബന്ധുക്കളോടൊന്നും യാത്ര പറയാതെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇന്ന ഡേറ്റിന് എനിക്ക് UK പോകണം മാതാവേ എന്ന് പറഞ്ഞു. ആ ഡേറ്റിന് മാതാവ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്നു. ആ ഡേറ്റിന് ഞാൻ UK ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അക്കോമഡേഷൻ റെഡിയില്ല. 1 മാസം കഴിഞ്ഞിട്ടാണ് ജോലിക്ക് കയറാൻ പറ്റുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ലിൻസി എന്ന് പറഞ്ഞ്, ആ ഫ്രണ്ടും ഫാമിലിയും എല്ലാം സപ്പോർട്ടീവായിരുന്നു. അവർ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മാതാവ് എനിക്ക് മുമ്പേ അയച്ച ദൂതൻ എന്ന് പറഞ്ഞോടെ തന്നെയാണ് അവരൊക്കെ. അങ്ങനെ അവരുടെ വീട്ടിൽ ഞാൻ 1 മാസം നിന്നു. അവർ മാഞ്ചസ്റ്ററിലാണ്, എനിക്ക് സോക്കോണ്ടറിലാണ് ജോലി കിട്ടിയേക്കത്. അവരുടെ വീട്ടിൽ നിന്ന് എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞോണം GPയിൽ അപ്പോയിൻമെൻറ്റ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് BRP കാർഡ് കിട്ടണം, എന്നാലേ നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും എടുക്കാൻ എല്ലാത്തിനും ഈ ഫാമിലിക്കാരെന്നെ ഒരു 10 പ്രാവശ്യം എന്ന് പറഞ്ഞോട് ഈ 1 മാസത്തിനിടയ്ക്ക് അവിടെ നിന്ന് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത് ചെന്നു. അവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് ഡയഗ്നോസായിട്ട് വന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോലി കയറാൻ പറ്റില്ല എന്നെല്ലാവരും പറഞ്ഞേം കൊണ്ട്, അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ പുതിയതായിട്ട് പിന്നെ ഡോക്ടറെ കാണിച്ചു, ബയോപ്സി എടുത്തു. അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് അവിടെ. പക്ഷെ മാതാവിനോട് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ ഈ രൂപം കയ്യിൽ മുറുക്കെ പിടിച്ചും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഓരോ പ്രാവശ്യം ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിൻമെൻറ്റിന് ഏത് ഡേറ്റ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നു. ആ ഡേറ്റ് എല്ലാം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ആ ഡേറ്റിൽ ഞാൻ അവിടെ ഇത് സ്കാൻ ചെയ്തു, ബയോപ്സി 2ാമതെടുത്തു. ബ്രസ്റ്റ് ക്യാൻസർ അഡ്വാൻസ്ഡ് ബ്രസ്റ്റ് ക്യാൻസറാണ്. ഓൾറെഡി ആക്സിലറി മെറ്റാസ്റ്റസിസായി. മീഡിയ സ്റ്റേണത്തില്ല, അന്നേരത്ത് മെച്ച കണ്ടില്ലായിരുന്നു ഡോക്ടർ. അതുകൊണ്ട് എനിക്ക് കീമോതെറാപ്പി തരാമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാർ പ്ലാൻ ചെയ്തു. അതുവരെ എനിക്ക് ജോലിക്ക് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു, അക്കോമഡേഷനൊന്നും ശരിയാവാത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അക്കോമഡേഷൻ കിട്ടി, ജോലിക്ക് കയറി. 1 മാസം തികയുന്നതിന് മുമ്പ് എനിക്ക് ഫസ്റ്റ് കീമോതെറാപ്പിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാനിപ്പോൾ അവിടെ ചെന്ന് ഡ്യൂട്ടിയിൽ ചെന്ന് മാനേജരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് നാട്ടിൽ കയറി പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടി വരും, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല മാതാവേ എന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് എന്നെ ആശ്വസിപ്പിച്ച് ഓരോ വചനങ്ങളും തന്നിങ്ങനെ മനസ്സിൽ വരുത്തും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ചെന്ന് കാശ് രൂപം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടേ ഞാൻ പോയി മാനേജറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ബ്രസ്റ്റിൽ ഇങ്ങനെ ഒരു തടിപ്പ് പോലെ വന്നു, ബയോപ്സി ചെയ്തു, അത് ക്യാൻസറാന്ന് വന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് തിരിച്ചു പോയാൽ സാമ്പത്തികമല്ല, നാട്ടിൽ പോയാൽ ചികിത്സിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവരൊരു കുഴപ്പമില്ല, നിനക്ക് ഞങ്ങൾ ഫുൾ സപ്പോർട്ട് തരാം, നിനക്ക് പറ്റുന്ന പോലെ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ആ മാനേജർ ഒരു മാതാവിനെ പോലെ എൻ്റെ മുമ്പിൽ എന്നെ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലും കീമോയ്ക്ക്, അപ്പോൾ ഫസ്റ്റ് കീമോയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടി. ഞാൻ ചെന്ന് ഫസ്റ്റ് കീമോ എടുത്തു കഴിഞ്ഞപ്പം ആണ് പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ട് ആ ഫസ്റ്റ് കീമോ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് കീമോയ്ക്ക് ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഇത് അഡ്വാൻസ്ഡ് ആണ്, ഓൾറെഡി ഇത്രൂ മെഡ്സ് ഉണ്ട്, ഈ പെറ്റ് സ്കാനിൽ അപ്പർ മീഡിയ സ്റ്റേണത്തിലും മെഡ്സ് കാണുന്നുണ്ട്, അതുകൊണ്ട് നിനക്ക് കീമോ തന്നിട്ട് ഒരു ഗുണവും ഇല്ല, നീ മരിച്ചു പോകത്തേ ഉള്ളൂ,
വെറുതെ പാലിയേറ്റീവ് കീമോ വേണമെങ്കിൽ ഡിസീസ് നിനക്ക് വിഷമങ്ങൾ വരാതിരിക്കാനുള്ള കീമോ തരാം, പക്ഷെ അല്ലാതെ നിനക്കൊരു ക്യൂറേറ്റീവായിട്ടുള്ള കീമോ തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്കാകെ ടെൻഷനായി. ഇവിടുന്ന് പിന്നെ ഞാൻ അപ്പോഴേക്കും തന്നെ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും ഉള്ള വിസയ്ക്ക് വെച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ കറക്റ്റ് ടൈമിൽ തന്നെ ഹസ്ബൻഡിനും മക്കൾക്കും 1 മാസത്തിനുള്ളിൽ അവിടെ വരാനും ഞങ്ങൾക്ക് വീടെടുത്ത് താമസിക്കാനും. അപ്പോൾ എനിക്ക് സപ്പോർട്ടിന് ആരും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ ഫാമിലിയെ കൊണ്ടുവന്ന് തന്നു. അവിടെ അവരുടെ 2 മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും വിസ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നീ മരിച്ചു പോകാനുള്ള ഇവിടുന്ന് എന്നോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ്, ഞാൻ കാരിത്താസിൽ പോയപ്പോൾ ആ ഡോക്ടർ എന്നോട് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്ക് വിസയാണോ ലൈഫാണോ വല്ലതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലൈഫാണ് വല്ലത്, പക്ഷേ കാശില്ലാത്തൊരവസ്ഥയിൽ നമ്മളിവിടെ കിടന്നിട്ട് ആരും നമ്മളെ സഹായിക്കാൻ ആളില്ല. അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് അങ്ങ് പോയത്, ഞാൻ പിന്നെ വന്നോളാം. അപ്പോൾ എന്നോട് പറഞ്ഞു നീ വീട്ടിൽ പോയി തീരുമാനം എടുത്തിട്ട് വരാനാണ് അന്ന് എന്നോട് പറഞ്ഞു വിട്ടത്. 1 വർഷം കഴിയാതെ പോകരുത്, വിസ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെയുള്ള സഹായങ്ങളെല്ലാം മാതാവ് ചെയ്തു തന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഒരു കീമോ കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്കാൻ ചെയ്ത റിപ്പോർട്ട് വന്ന് അതിന് മുമ്പുള്ള റിപ്പോർട്ടാണ്. 1 കീമോ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് റിപ്പോർട്ട്. അതിൻ്റെ അകത്ത് മീഡിയാസ്റ്റേണം മെറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യൂറേഷൻ നിനക്ക് ഇതല്ല, ഡിസീസ് മാറത്തില്ല, വെറുതെ കീമോ തന്നതിൻ്റെ നോർമൽ സെൽസ് നശിച്ചു പോകത്തേ ഉള്ളൂ, അതുകൊണ്ട് നീ അത് ചെയ്തിട്ട് ഒരു ഗുണമില്ല, ഈ കീമോ നിനക്ക് ക്ഷീണം കൂടുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അസുഖത്തിനനുസരിച്ച് വേണമെങ്കിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഞാൻ 1 മിനിറ്റും ഇതിലിങ്ങനെ പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് ഞാൻ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു. അപ്പം മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ്, എനിക്ക് ക്യൂറേറ്റീവ് കീമോ വേണം, പാലിയേറ്റീവ് കീമോ വേണ്ട. നിങ്ങളിൽ 2 അവിടെ ട്യൂമർ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡുണ്ട്, അവരെല്ലാവരും കൂടി ഈ റിപ്പോർട്ടുകളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് പാലിയേറ്റീവ് കീമോ തരുള്ളൂ എന്ന് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ട്യൂമർ ബോർഡിലുള്ള ഡോക്ടർമാരെക്കാളും എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ഡോക്ടറെക്കാളും വലുതായിട്ട് ഒരു വൈദ്യൻ മുകളിലുണ്ട്, എൻ്റെ മാതാവും എൻ്റെ വൈദ്യനും ആ വൈദ്യനും എന്നെ കാത്തോളും, അതുകൊണ്ട് എനിക്ക് ക്യൂറേറ്റീവ് കീമോ തന്നെ വേണം ഡോക്ടർ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതെൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നമുക്ക് 2 തന്നൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു എന്നാലും ഞാൻ നിന്നെ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ നീളത്തിലുണ്ടായിരുന്ന വലിയൊരു ട്യൂമറായിരുന്നു. അത് നമുക്ക് ആർക്ക് പുറത്തുനിന്ന് പിടിച്ച് നോക്കിയാലും മനസ്സിലാകുന്ന രീതിയിൽ അത്രയും തടിച്ചിങ്ങനെ തരത്തായിരുന്നു 1 മാസത്തിനുള്ളിൽ. ആ ട്യൂമറും ആക്സിലയിൽ കുറേ ലിംഫ് നോഡ് ഉണ്ടായിരുന്നു. ഡോക്ടർ പാൽപ്പേറ്റ് ചെയ്തിട്ട് 1 പോലും കാണാനില്ലാത്തോളം മാതാവ് ഒരൊറ്റ കീമോയിൽ എനിക്ക് ഇത് തന്നു. ഡോക്ടർ പറഞ്ഞു ഇതെന്ത് അത്ഭുതം സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല, ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ കാണുന്നത്, നിന്നെ ദൈവം അനുഗ്രഹിച്ചത് തന്നെയാണെന്ന് ആ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ 6 കീമോതെറാപ്പി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് സർജൻ എന്നോട് പറഞ്ഞത് സർജറി ചെയ്യത്തില്ല, സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂസുമില്ല, മീഡിയാസ്റ്റേണത്തിൽ മെറ്റ്സ് ഉള്ളത് കൊണ്ട് സർജറി ചെയ്തിട്ട് ഒരു യൂസുമില്ല, വെറുതെ ബ്രസ്റ്റ് എടുത്ത് കളയാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ ഡോക്ടർ തന്നെ പിറ്റേ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് 6 കോഴ്സ് കീമോതെറാപ്പി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ സർജറിയും തരാം റേഡിയേഷനും തരാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റ് കോഴ്സും കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ആ സർട്ടിഫിക്കറ്റിൽ ഡിസീസ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എഴുതി സൈൻ ചെയ്ത് തന്നേക്കുന്ന സർട്ടിഫിക്കറ്റാണ് സിസ്റ്ററിൻ്റെ കയ്യിൽ ഞാൻ ടേബിളിൽ കൊടുത്തേക്കുന്നത്. അങ്ങനെ ഞങ്ങളെ ഓരോ കാര്യങ്ങൾക്കും അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ജോലി ഇല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ദിവസം പോലും ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കീമോ എടുക്കും, ഞാൻ ഛർദ്ദിക്കും, ബാത്റൂമിൽ പോവും. അത് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിയുമ്പം എങ്ങനെയെങ്കിലും ജോലിക്ക് പോകും, അവിടെ ചെല്ലും, ബാത്റൂമിലോടും, 2-3 രോഗികൾ നോക്കും, തിരിച്ചു വരും. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഒരു കുഴപ്പങ്ങളും ഇല്ലാത്തോളം മാതാവ് കാക്കും. വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എഴുന്നേക്കാനേ പറ്റില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കാനെല്ലാം കൂടിയും കൊണ്ട് ഞങ്ങളവിടെ അങ്ങനെ ജീവിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആണെങ്കിലും ഞങ്ങൾക്ക് ജോലിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ശമ്പളം കൊണ്ട് നമുക്ക് റെൻറ്റ് കൊടുക്കാനും അവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഇതിലാകത്തില്ല. ഹസ്ബൻഡിനൊരു ജോലി ഇല്ലായിരുന്നു, പുള്ളി ജസ്റ്റ് ഓടിക്കൊണ്ടെന്നല്ലേ. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു കെയർ ഹോമിൽ പുള്ളിക്കൊരു ജോലി ആദ്യം കൊടുത്തു. അതോട് അനുഗ്രഹിച്ച് എനിക്ക് ജോലി ഇല്ലാത്തിരുന്ന അത്രയും കാലങ്ങളിൽ മാതാവ് എൻ്റെ അതേ സാലറിയിൽ പുള്ളിക്ക് അവിടെ ജോലി നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ
ഞങ്ങൾ സന്തോഷമായിട്ട് ഇപ്പം മാതാവിൻ്റെ അടുത്ത് നന്ദി പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഞാൻ 3 മാസം കഴിഞ്ഞപ്പം എനിക്ക് ഉടമ്പടി പുതുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ തന്നെത്താനെ ഉടമ്പടി പുതുക്കുക. അതിനങ്ങോട്ട് ഞാൻ ഇവിടെ വന്ന് പുതുക്കുന്നില്ല. അങ്ങനെ അന്ന് മുതൽ ഈ നാട്ടിലും ഇനി 26-ാം തീയതി അന്ന് വരെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നത്. ഇതുവരെ ഞാൻ 2023 ജനുവരി 26-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് ഇവിടെ വരുന്ന എൻ്റെ 2 ദിവസം പോലെ 1-2 ദിവസമൊക്കെ ഇടയ്ക്ക് മുടങ്ങിയതല്ലാതെ ഞാൻ അരമണിക്കൂർ ബൈബിൾ വായന മുടക്കിയിട്ടില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അധികം ചെയ്യാനായിട്ട് എൻ്റെ ആരോഗ്യം വെച്ച് പുറത്തു പോയി ചെയ്യാനായിട്ട് ഉള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊരു അനാഥാലയത്തിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഫുഡ് കൊടുക്കുന്നത്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ നിലനിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോഴും ബൈബിൾ വായിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ കെയർ ഹോമിൽ തന്നെയാണെങ്കിലും എനിക്ക് നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ആദ്യം ഞാൻ കെയറായിട്ടാണ് പോയത്, സീനിയർ കെയറായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വയ്യായിക കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ മാനേജർ എനിക്ക് 2 മാസത്തെ ഒരു കോഴ്സ് അവിടെ അറ്റൻഡ് ചെയ്യിപ്പിച്ച് കെയർ ഹോം അസിസ്റ്റൻറ്റ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞു, നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് തന്നെ പഠിപ്പിച്ച് എന്നെ അവിടെ നേഴ്സിംഗ് ജസ്റ്റ് മെഡിസിൻ കൊടുക്കുക മാത്രം ചെയ്താൽ മതി, വേറെ ഒരു പണികളുമില്ല, ഡോക്യുമെൻറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ അതിനുവേണ്ടി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 എക്സാം, CBT ഓസ്കിയും 2 എക്സാം ഉണ്ടായിരുന്നു. CBT എഴുതാൻ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ CBTക്ക് ഞാൻ ശരിക്കും പഠിച്ചൊന്നും ഇല്ല, പഠിച്ചതിനാകെ 10 ക്വസ്റ്റ്യനേ വന്നുള്ളൂ. അതിൽ 80% മാർക്ക് ഉണ്ടായാലേ പാസ്സാവുള്ളായിരുന്നു. പക്ഷെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ടിക്കിടുമ്പോഴും മാതാവിൻ്റെ ഈ ക്യാഷ് രൂപം ഞാൻ ഇങ്ങനെ കൈപിടിച്ച്, മാതാവേ, നീ എനിക്കിതിന് മാർക്കിടണം, നീ എനിക്ക് മാർക്കിടണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാതാവ് എനിക്ക് എന്നെ ജയം തന്നു. അത് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഒരു അഹങ്കാരമായിപ്പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഞാൻ ഓസ്കി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി, ഇത് ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, ഏകദേശം അതുപോലെയൊക്കെ. അപ്പോൾ അത് ഈസിയാണെന്ന് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഹങ്കാരം വന്നു കഴിഞ്ഞ് ഞാൻ അങ്ങനെ പോയി അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചാൻസിൽ എനിക്കത് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയിട്ട് ഈ സ്റ്റെപ്പ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഓർത്തു, ഈ ഒരു കാര്യം ഞാൻ അത് ചെയ്തില്ലല്ലോ, ഞാൻ തോറ്റുപോകുന്നു. അതുകൊണ്ട് ഞാൻ 10 ഉണ്ട് നമുക്കവിടെ ചെയ്യാനായിട്ട്, എക്സാം പാസ്സാവാനായിട്ട്. അതിൽ 8 പാസ്സായി. ആ 1 മിസ്റ്റേക്ക് വന്നതും കൊണ്ട് 2 പാസ്സായില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ അഹങ്കാരം കൊണ്ട് പറ്റത്തില്ല, മാതാവിനെ തന്നെ പിടിക്കാതെ വെച്ചു. പിന്നത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ഈ കാശിരൂപം കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, നീ എന്നെ കാത്തോളം, എനിക്കറിയാമെങ്കിലും നീ അതെനിക്ക് മറന്നുപോയി ഞാൻ ആദ്യത്തെ പ്രാവശ്യം, പക്ഷെ നീ എന്നെ എല്ലാം ഉറപ്പിച്ച് തരണേന്ന് പറഞ്ഞു. 2ാമത്തെ അറ്റംപ്റ്റിൽ അത് ക്ലിയർ ചെയ്ത് ഇനി മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പിൻ നമ്പറിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. സങ്കീർത്തനം 23 4-ാം തിരുവചനത്തിൽ അരുളി ചെയ്യുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. തൻ്റെ രോഗാവസ്ഥകളും എങ്ങനെയാണ് 2 ഡോക്ടേഴ്സും, അതായത് UK-യിലും ഇവിടെയും നീ മരിച്ചു പോവുകയേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇവിടെ വന്ന് സിന്ധു കുര്യൻ സാക്ഷ്യം, അതായത് ദൈവം തനിക്ക് തിരിച്ചു നൽകിയ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളത് ബോധ്യമായ തൻ്റെ ജീവിത നിമിഷങ്ങളെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അങ്ങനെ തൻ്റെ രോഗവിവരങ്ങളെല്ലാം ഈ മകള് ക്ലിയറായിട്ട് പറഞ്ഞു. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന ആ ഗ്രോത്തൊക്കെ അതെല്ലാം പിന്നീട് കാണുന്നില്ല. അതായത് അതിനു മുൻപ് വരെ ക്യൂറേറ്റീവ് കീമോ പറ്റില്ല, പാലിയേറ്റീവ് കീമോ അത് മാത്രമേ നിനക്ക് പറ്റുകയുള്ളൂ. അതായത് പാലിയേറ്റീവ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, അത് പിന്നീട് ഒരു പ്രതീക്ഷയില്ല. ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെടുന്ന പേഷ്യൻസിനാണ് പാലിയേറ്റീവ് കെയർ കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നൊക്കെ ഇന്ന് തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ എങ്ങനെ കൂടുതൽ ഉണർവുള്ള മകളാക്കി എന്നുള്ളതാണ് സിന്ധു ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നീട് തൻ്റെ ജോലിയിൽ എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ, അതിനൊക്കെ എങ്ങനെയാണ് തനിക്ക് ഒരു മാതാവിനെ പോലെ തൻ്റെ മാനേജർ തന്നോട് പെരുമാറി എന്നൊക്കെയാണ് ഈ മകൾ പറയുക. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യവുമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്.
നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:20 നാം വായിക്കുന്ന തിരുവചനങ്ങളാണ്. തൻ്റെ ഉള്ളിലിരുന്ന് മാതാവിനോട് ചോദിച്ച് ഓരോ കാര്യവും മാതാവ് തൻ്റെ ഉള്ളിലിരുന്ന് തനിക്ക് പറഞ്ഞു തന്നു. ആ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് വേണം. ഇത് വെറുതെ തോന്നലാണോ എന്ന് വിചാരിച്ച് തട്ടിക്കളയാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ദൈവമാണ് എനിക്കത് പറഞ്ഞു തരുന്നതെന്ന് തോന്നുകയുള്ളൂ. അങ്ങനെ ആ ഒരു ബോധ്യങ്ങളൊക്കെ ഈ മകൾക്ക് കിട്ടി. തന്നെ നയിച്ച താൻ എങ്ങനെയാണ് ഉടമ്പടി കാശുരൂപമൊക്കെ കൊണ്ടുപോയി ഓരോ കാര്യങ്ങളിലും തനിക്കത് കൃപയായി മാറുന്നത്, പരീക്ഷാ സമയങ്ങളൊക്കെ തനിക്ക് എങ്ങനെ തൻ്റെ കഴിവിൽ വിശ്വസിച്ചപ്പോൾ തനിക്ക് പരീക്ഷ എങ്ങനെയായിരുന്നു. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളിലൊന്നാണ്. അങ്ങനെ തന്നെ ബോധ്യപ്പെടുത്തി ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്തുമ്പോൾ ഈ മകൾക്ക് കിട്ടിയ കൃപകളാണ് ഇന്ന് സാക്ഷ്യങ്ങളായിട്ട് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ഹരിദാസ് അനീഷ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു. ആദ്യമായി എനിക്ക് ഈ ആൾത്താരയിൽ കയറി നിൽക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് എനിക്ക് കൃപ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 നവംബർ 22 അതിനു മുമ്പ് എൻ്റെ ചേട്ടൻ്റെ അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തതാണ്. ഞാൻ ചേട്ടന് വേണ്ടിയാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ചേട്ടൻ ദുബായിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ഒരു കമ്പനിയുമായിട്ടൊരു കേസിൽ പെട്ടിട്ട് ജോലി നഷ്ടപ്പെട്ടു. ആ കേസ് ഒരു കുരുക്ക് പോലെയായിരുന്നു. പുതിയ ജോലിക്ക് കയറാൻ പറ്റാത്ത ഒരു കുരുക്കായിരുന്നു ആ കേസ്. അത് കാരണം വളരെയധികം ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു. 8 വർഷത്തോളമായിട്ട് അവിടെ ഇല്ലാണ്ടിരുന്ന ഒരു പൊതുമാപ്പ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വന്നു. അത് വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. കാരണം അത്രയും നാളുണ്ടായിരുന്ന ഫൈനും എല്ലാ കേസും തള്ളിപ്പോയി ആൾക്ക് നാട്ടിലേക്ക് വരാം. അതെ അതെ, ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അങ്ങനെ ഒരു പൊതുമാപ്പ് അവിടെ നിലവിൽ വന്നത്. ഞാൻ ചേട്ടന് പ്രാർത്ഥനകളൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ആളത് കേൾക്കുമായിരുന്നു. അങ്ങനെ പൊതുമാപ്പ് വന്നപ്പോൾ വൈറ്റ് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേസ് തീർക്കാൻ വേണ്ടി ആൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴാണ് കമ്പനി ഒരു പൈസയുടെ കാര്യം പറഞ്ഞൊരു കള്ള കേസ് കൊടുത്തത് ആൾ അറിയണത്. അങ്ങനെ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ഞാനും അമ്മയും ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ ആൾക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റി. അത് 3 മാസം, എല്ലാവരും പറഞ്ഞു 3 മാസമൊക്കെ കഴിഞ്ഞേ ഇറങ്ങാൻ പറ്റുള്ളൂ, ബാൻ ചെയ്യും, അവിടെ നിന്ന് അവർ ഡീപ്പോർട്ട് ചെയ്യും, പിന്നെ ആ രാജ്യത്ത് ജോലി ചെയ്യാൻ പറ്റില്ല, വേറെ വല്ല കൺട്രിയിലേക്ക് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് അധികം അത് കേട്ട് വിഷമിച്ചു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അതിനുശേഷം പോലീസ് പറഞ്ഞു കമ്പനിയായിട്ട് സോൾവ് ചെയ്ത് കോടതിയിൽ പോയി കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പൈസ ഇല്ലാത്ത കാരണം ഒരു വക്കീലിനെ വെച്ചോ കേസ് നടത്താനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഒറ്റയ്ക്കാണ് കോർട്ടിൽ പോയിട്ട്, തെളിവുകളൊന്നും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. അത് കാരണം വായോണ്ട് പറയുന്നതല്ലാതെ വേറെ ഒരു ഡോക്യുമെൻറ്റും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വിധി വന്നപ്പോൾ അനുകൂല വിധിയാണ് ചേട്ടന് വന്നത്. പക്ഷെ അവരത് വീണ്ടും അപ്പീലിന് കൊടുത്തു. 3 വട്ടം വിധി വന്നപ്പോഴും അത് ചേട്ടന് അനുകൂലമായിട്ടാണ് വിധി വന്നത്. അതും മാതാവിൻ്റെ ദിവസമാണ് വന്നത്. ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിധി അനുകൂലമായിട്ട് വന്നു എന്ന് ചേട്ടൻ വിളിച്ചു പറയണേ. അത് മാതാവ് എഴുതിയ വിധിയാന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അന്ന് കോർട്ടിൽ പോണതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ കൃപയാൽ അത് ഒരിക്കലും അനുകൂലമാവില്ല. മാതാവ് തന്നെ അവിടെ പോയി കോർട്ടിൽ ജഡ്ജി ആയിരുന്നു അത് വിധി എഴുതണം, അല്ലാണ്ട് മനുഷ്യരായിരിക്കരുത് അത് വിധി എഴുതുന്നത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി വിധി വന്നപ്പോൾ ചേട്ടൻ അനുകൂലമായിട്ട് വിധി വന്നു. വീണ്ടും അപ്പീലിന് പോയപ്പോൾ ടെൻഷൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു അത് ഒരിക്കലും പേടിക്കണ്ട, കാരണം മാതാവ് എഴുതിയ വിധി ഒരിക്കലും മനുഷ്യർക്ക് മാറ്റി എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. 3 മാസം വീണ്ടും അത് 2 മാസം അംശി കഴിയാൻ 2 മാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പീലിന് കൊടുത്ത കാരണം വീണ്ടും അത് നീണ്ടുപോയി. അപ്പോഴും ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് ഈ 2 മാസത്തിനുള്ളിൽ ഇത് തീർന്നില്ലെങ്കിൽ വീണ്ടും ഫൈൻ അടയ്ക്കാൻ ഒരുപാട് പൈസ വരും, നാട്ടിലോട്ട് വരാൻ പറ്റില്ല. ദൈവഭാഗ്യം കൊണ്ട് അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് അത് 3 മാസം 2 മാസം എന്നുള്ളത് വീണ്ടും 2 മാസമായി കൂട്ടി ഡിസംബർ 31 വരെയാക്കി. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. വൈറ്റ് പാസ്പോർട്ട് എടുത്ത ആൾക്ക് ഡിസംബർ 31 തന്നെ നാട്ടിലോട്ട് വരാൻ സാധിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ലേലായിരുന്നു. ചേട്ടന് ജോലി ഇല്ലാത്ത കാരണം പൈസ ഒന്നും അടയ്ക്കാൻ പറ്റാണ്ട് ജപ്തിയിലായിരുന്നു വീട്.
വീട് ജപ്തിയിലായി ലേലത്തിന് വന്നു. ഞാനും അമ്മ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, കാശ് രൂപം തന്നു, വീട്ടിലത് കുഴിച്ചിട്ടു. 2 വർഷത്തോളമായിട്ട് 1 രൂപ പോലും ഞങ്ങൾ ആ വീടിന് വേണ്ടി ബാങ്കിൽ അടച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ആ വീട്ടിൽ ഒരു കുഴപ്പം കൂടാതെ താമസിക്കുന്നു. പിന്നെ ഒരു കാർ ലോൺ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, അതെപ്പോഴും ബാങ്കുകാർ വരുമായിരുന്നു, എന്നും വീട്ടിലോട്ട് ബാങ്കുകാർ വരുമായിരുന്നു. ആ കാർ ലോൺ ഞങ്ങൾക്ക് തീർക്കാൻ സാധിച്ചു. ചെറിയൊരു ഒരു പൈസ മാത്രമേ ഇപ്പോൾ അതിന് അടയ്ക്കേണ്ടതുള്ളൂ. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവും തിരുകുമാരനും കൂടെ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. പിന്നെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ മോൻ 5 വയസ്സേ ഉള്ളൂ. അവന് എന്നും ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കണ്ട് അമ്മ മാതാവിനെ കാണാം. അവനും ഒരുപാട് വിശ്വാസവും ഇഷ്ടമാണ് അമ്മ മാതാവിനെ. എന്നും രാത്രി കിടക്കുമ്പോൾ പറയും, അമ്മ എൻ്റെ കൂടെ മാതാവ് വന്ന് കിടക്കുമോ, എനിക്ക് മാതാവിനെ കാണണം, ഈശോയും മാതാവിനെയും കാണണം എന്ന് എന്നും പറയുമായിരുന്നു. ഞാൻ പറയും, മോൻ്റെ അടുത്ത് മാതാവ് വന്ന് കിടക്കും, മാതാവ് എന്നും മോൻ്റെ കൂടെ ഉണ്ടാവും, ഈശോയും കൂടെ ഉണ്ടാവും എന്ന് പറയും. പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ റെഡിയാകുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഇന്നലെ രാത്രി മാതാവ് എൻ്റെ അടുത്ത് വന്നു, അപ്പം എനിക്ക് ഐസ് പോലെ തണുത്തു എന്ന് പറഞ്ഞു. ഞാനത് സാക്ഷ്യങ്ങളിലൊക്കെയാണ് കേട്ടത്, മാതാവിൻ്റെ സാന്നിധ്യം അറിയുമ്പോൾ നമുക്ക് ഐസ് പോലെ തണുക്കുമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മോൻ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഐസ് പോലെ തണുത്തു, ഉണ്ണീശോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഉണ്ണീശോയുടെ കൈ ഭയങ്കര സോഫ്റ്റാണ്, നാളെ എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു കുഞ്ഞ് ബെഡൊക്കെ മേടിക്കണം, ഉണ്ണീശോനെ കിടത്താണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു പറഞ്ഞു, മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ റൂമിലുണ്ട്, ഇവിടുന്ന് വാങ്ങിയിട്ട് പോയതാണ്, ആ രൂപത്തിലേക്ക് ഉണ്ണീശോ തിരിച്ചു പോയി എന്ന് പറഞ്ഞു, നാളെയും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഗ്രഹം എൻ്റെ മോനുണ്ടായി. പിന്നെ എനിക്ക് മഴവില്ലിൻ്റെ സാന്നിധ്യത്തിൽ മാതാവ് അനുഗ്രഹം തന്നു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യണം. ഇവിടുന്ന് പത്രം വാങ്ങിയിട്ട് പോകും. ഞാൻ പത്രം വാങ്ങിയിട്ട് പോകുമ്പോൾ അതിൽ ഞാൻ എല്ലാ പത്രത്തിലും ഞാൻ വചനം എഴുതി സ്റ്റാപ്ലർ ചെയ്ത് ഒട്ടിച്ചിട്ടാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറ്. പിന്നെ പൊതിച്ചോറ് ഞാനും അമ്മയും ഉണ്ടാക്കി പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അടുത്തൊരു ഒരു അഭയാഭവൻ ഉണ്ടായിരുന്നു, അവിടെ പോയി ശുശ്രൂഷ ചെയ്യുമായിരുന്നു ഞാൻ. പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാനൊരു ഹിന്ദു ആണ്, പക്ഷേ ബൈബിൾ അരമണിക്കൂറിൽ കൂടുതൽ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇന്നും വചനം എഴുതി പ്രാർത്ഥിക്കും. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്, ലൂക്ക 18:27. എന്നും ഞാൻ ഡെയിലി വചനം 33 പ്രാവശ്യം എഴുതി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കൂടുതൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 രൂപ പോലെ ഉണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് ആവശ്യം വന്നാൽ അത് കൊടുക്കാനുള്ളൊരു മനസ്സ് എനിക്ക് വന്നു. എന്താവശ്യം ആര് ചോദിച്ചാൽ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് വന്നു. മറ്റുള്ളവരോട് സ്നേഹത്തിൽ ഇടപെടാനും പെരുമാറാനും കൂടുതലായിട്ട് ഒരു കൃപ എനിക്ക് ലഭിച്ചു. 1.5 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന കേസാണ് ഇപ്പോൾ ഈ 2 മാസം കൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിച്ച് തീർന്നു കിട്ടിയത്. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചേട്ടന് ജോലി ചെയ്യാത്ത സമയത്ത് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ചേട്ടൻ വരുന്നതിന് 2 ദിവസം മുന്നേ ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി, കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അമ്മ. അപ്പോൾ ചേട്ടൻ വരുന്ന സമയത്ത് സന്തോഷിക്കാൻ പോലും പറ്റാണ്ട് അമ്മ ഹോസ്പിറ്റലാവാന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമമായിരുന്നു. അമ്മയ്ക്ക് പ്രഷറും ഷുഗറൊക്കെ ഉള്ളതാണ്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കുറേ ടെസ്റ്റുകൾക്ക് കൊടുത്തു. അപ്പോൾ ബ്ലഡിൽ ഒരു കുഴപ്പമുണ്ടാവരുതേ മാതാവേ, റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവരുതേ, ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. യെശയ്യാ 45:2 തിരുവചനങ്ങൾ എങ്ങനെയാണ് ഹരിദാസ് അനീഷിൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായത്? തൻ്റെ ഹസ്ബൻഡ് മുംബൈയിൽ ജോലി ചെയ്യുന്ന മനുഷ്യൻ 1.5 വർഷമായിട്ട് ഒരു കേസിൽ അകപ്പെട്ടിരിക്കുന്നു. യാതൊരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന അവസ്ഥ, നാട്ടിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ, പാസ്പോർട്ടും എല്ലാം അവരുടെ കയ്യിൽ. അപ്പോഴിങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ആരും തങ്ങൾക്ക് വേണ്ടി വാദിക്കാനില്ല, ഒന്നും പറയാനില്ല. ഇതാണ് ഇവരുടെ അവസ്ഥ. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. 8 വർഷമായിട്ട് ഒരു പൊതുമാപ്പ് എന്നുള്ളത് ദുബായിൽ ജോലി ചെയ്യുകയാണ്, അപ്പോൾ 8 വർഷമായിട്ട് അവിടെ ഒരു പൊതുമാപ്പ് അതുവരെയും നടന്നിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ 2 ആഴ്ചക്കുള്ളിൽ അവിടെ പൊതുമാപ്പ് എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാവുകയും ഈ മകന് അങ്ങനെ തനിക്ക് പുറത്തിറങ്ങാനായിട്ട്, അതായത് കമ്പനിയിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും താൻ ആയിരുന്ന ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങാനും പിന്നീടാണ് ഈ മകൻ അറിയുക വീണ്ടും
താൻ ഒരു കുരുക്കിലും കൂടിയാണ്, അതായത് പാസ്പോർട്ടും ഇതെല്ലാം അവരുടെ കയ്യിലാണെന്ന്. അങ്ങനെ വീണ്ടും ജയിലിലാവുകയാണ്. 3 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം വരുന്നു. താൻ അറിയാത്ത കുറ്റത്തിന്, താൻ ചെയ്യാത്ത കുറ്റത്തിന്. എന്നാൽ അത് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എങ്ങനെ ഈ മകന് പുറത്തിറങ്ങാൻ സാധിച്ചു? ഉടമ്പടി ദൈവാനുഭവ ആരാധനയൊക്കെ ആ മകൻ കൂടുന്നുണ്ടായിരുന്നു. സാക്ഷ്യങ്ങൾ ഈ മകൾ അയച്ചു കൊടുക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു വരുവാനും എല്ലാ ക്ലിയറൻസും അതെല്ലാം നടത്തി ഇന്ന് ഡിസംബറിൽ തന്നെ ഈ മകന് നാട്ടിൽ തിരിച്ചു വരുവാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന, അത് കോർട്ടിലായാലും അതുപോലെ എവിടെയാണെങ്കിലും അമ്മ മാതാവ് നമുക്ക് വേണ്ടി മുമ്പേ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. എങ്ങനെയാണ് തൻ്റെ മകന്, ആ കുഞ്ഞിന് എത്ര വയസ്സുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. ആ കുഞ്ഞിന് ദൈവാനുഭവമായിട്ട് അമ്മ കൂടെ വരുന്നു. അമ്മ എൻ്റെ കൂടെ വന്നു, ഉണ്ണീശോയെ എനിക്ക് തന്നു, ഇനിയും വരുമെന്ന് പറഞ്ഞ് ഉണ്ണീശോ പോയി. ഇങ്ങനെയൊക്കെ ഒരു കുഞ്ഞ് പറയണമെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞ് അതനുഭവിച്ചിട്ട് മാത്രം പറഞ്ഞ കാര്യമാണ്. ആരാണ് എന്താണെന്നൊന്നും ആ കുഞ്ഞിന് അറിയില്ല. എന്നാൽ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക. അതുപോലെ മഴവില്ലായി തനിക്കും ഉടമ്പടി അനുഭവമായിട്ട് അമ്മ കൂടെ വന്നു എന്നൊക്കെയാണ് ഈ മകൾ പറയുക. അങ്ങനെ കുടുംബത്തെ ഒന്നാകെ ചേർത്ത് നിർത്തുന്ന ഉടമ്പടി അനുഭവമായിട്ട് ഇന്ന് ഈ മക്കൾ ഇവിടെ വരുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു. നിരന്തരം നമ്മുടെ കൂടെയുണ്ട്. തടവിലാക്കപ്പെട്ട സാഹചര്യങ്ങൾ വരുമ്പോഴും നമുക്ക് അവിടെ നിന്ന് മോചനം നടത്തുന്നവനായി തൻ്റെ ദൂതനെ ദൈവം അയക്കുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ലിസ് മരിയ സോണി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ PhD സ്കോളറാണ്. 2019 ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം 3 പ്രാവശ്യം പുതുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പുതുക്കിയിട്ടും കിട്ടിയ അനുഗ്രഹങ്ങളൊന്നും ഞാൻ ഇന്നേ വരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നലെ വളരെ ദൈവനിയോഗം പോലെ ഞാനും എൻ്റെ പേരൻസും എൻ്റെ അനിയത്തിയും ഇവിടെ ജപമാല ചൊല്ലാനായിട്ട് വന്നതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ കുർബാന അർപ്പിക്കുകയായിരുന്നു. ഞങ്ങളതിൽ പങ്കുകൊണ്ടതിന് ശേഷം അച്ഛൻ കൺക്ലൂഡിങ് സ്പീച്ച് പറയുന്ന സമയത്ത് സാക്ഷ്യം പറയുന്നതിനെ പറ്റിയും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും, അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അത് തടസ്സമാകും എന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ അത് കേട്ട മാത്രയിൽ തന്നെ ദൈവം എന്നോട് സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് സാക്ഷ്യം പറയണമെന്ന് തോന്നലുണ്ടായിരുന്നെങ്കിലും എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നില്ല സാക്ഷ്യം പറയണമെന്ന്, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ തന്നെ ഞാൻ വന്ന് സാക്ഷ്യം പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അൾത്താരയിൽ ഞാനിന്ന് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്. 2019 ഞാൻ പ്ലസ് ടുവിന് ശേഷം ഞാൻ പല എക്സാംസും, സ്റ്റേറ്റ് എക്സാംസും നാഷണൽ ലെവൽ എക്സാംസും ഒക്കെ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഞാൻ ഒന്നും ക്ലിയർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ BSc സുവോളജിയാണ് സെൻറ്റ് ജോസഫ്സ് കോളേജിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വന്ന ആഗ്രഹമായിരുന്നു PGക്ക് എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഏതെങ്കിലും ഒരു ഇന്ത്യയിൽ 40 സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് MSc സുവോളജിക്ക്, അതും ഫീസൊന്നും കൊടുക്കാതെ തന്നെ, അധികം ഫീസൊന്നും കൊടുക്കാതെ തന്നെ എനിക്ക് പഠിക്കണമെന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി എൻ്റെ BScയുടെ എക്സാംസ് തീർന്ന ഒരു 20 days ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തു, പഠിച്ചു. പക്ഷേ ആ പഠനം ഒരു 20% പഠനവും ബാക്കി 90% ബൈബിൾ വായനയും അതുപോലെ പ്രാർത്ഥനയായിരുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കൂടുതലും പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഒരു 8-9 എക്സാംസ് ഞാൻ ഓൾ ത്രൂ ഔട്ട് കേരള പോയി എഴുതി. അങ്ങനെ എൻ്റെ ലാസ്റ്റ് എക്സാം ആയിരുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലെ എക്സാം. അത് MSc സുവോളജി PGയുടെ എക്സാം ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 2 ദിവസം മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിച്ചെങ്കിലും വന്നു. പക്ഷേ എനിക്ക് ഗേറ്റ് പോലും കടക്കാൻ പറ്റിയില്ല. ആ റോഡ് സൈഡിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്.
എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച എക്സാംസൊക്കെ എഴുതിയെങ്കിലും എനിക്ക് ആ എക്സാം ഭയങ്കര പാടായിരുന്നു, എനിക്ക് ഭയങ്കര ടഫായിരുന്നു, എല്ലാ എക്സാമും എനിക്ക് ടഫായിരുന്നു. അപ്പോൾ പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മാതാവ് ഈശോയോട് പറഞ്ഞ് എനിക്ക് മേടിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ എല്ലാ എക്സാമിനും എനിക്ക് അഡ്മിഷൻ കിട്ടേണ്ട മാർക്ക് കിട്ടി, എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ആണെങ്കിലും കട്ട് ഓഫ് കറക്റ്റ് എനിക്ക് ജോയിൻ ചെയ്യേണ്ട കട്ട് ഓഫ് മാർക്ക് എന്താണോ അത് കിട്ടിയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അങ്ങനെ എനിക്ക് PGക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു. സെൻട്രൽ യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. അതിനുശേഷവും മധ്യപ്രദേശിൽ അഡ്മിഷൻ കിട്ടിയതിന് ശേഷവും ഞാൻ ഉടമ്പടി പ്രാർത്ഥന കൃത്യമായിട്ട് ആ സമയത്ത് ഞാൻ ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന വഴിയൊക്കെ ഞാനിങ്ങനെ കൊന്ത എല്ലിക്കൊണ്ടൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഈ ചൊവ്വാഴ്ചയുള്ള ധ്യാനമൊക്കെ ഞാൻ യൂട്യൂബിൽ കേൾക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചെങ്കിലും എനിക്ക് അത്ഭുതം എന്ന് തോന്നിയ ഒരു അനുഗ്രഹം എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ. അതായത് ഞങ്ങൾക്ക് സുവോളജി MSc സുവോളജിക്ക് ഇൻസെക്ട് ബോക്സ് പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലാസ് ഇൻസെക്റ്റിൽ 29 ഓർഡറിലെ ഓരോ സ്പീഷീസും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഈ ഇൻസെക്റ്റിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മൾ കാട്ടിലൊക്കെ പോയി, ഓരോ പിള്ളേരും കാട്ടിലൊക്കെ പോയി അവിടെ ഇവിടെയും പോയി പിടിക്കും. പക്ഷേ എനിക്ക് വേറെ യൂണിവേഴ്സിറ്റിയുടെ പുറത്തിറങ്ങി പിടിക്കാനായിട്ട് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അറിയത്തില്ല, കണക്ഷൻസ് ഒന്നും ഇല്ല. അപ്പം ഞാൻ ഒരു ദിവസം സാറ് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വന്ന് വളരെ വിഷമിച്ച് ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഞാൻ വെറുതെ ഒരു ആരാധനാ ഗീതം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പ്രാണി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ പ്രാണി ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പ്രാണി ജനലിലേക്ക് കൂടെ കയറി. അപ്പം ഞാൻ പ്രാണി എന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞു. പക്ഷേ ഈ തട്ടിക്കളഞ്ഞ് ജനൽ അടച്ചതിന് ശേഷം ഈ പിറ്റേ ദിവസം എൻ്റെ ക്ലാസ്സിലെ വേറൊരു കുട്ടി ഈ പ്രാണിയുമായിട്ട് ക്ലാസ്സിൽ വന്നു. അപ്പോൾ സാറ് വരെ ചോദിച്ചു, ഈ പ്രാണി എവിടെ നിന്ന് കിട്ടി, ഇത് ഇവിടെയും കിട്ടാത്ത പ്രാണിയല്ലേ എന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ദൈവം ആകാശത്തു നിന്ന് മഞ്ഞ പൊഴിച്ച് ഇസ്രായേൽ ജനത്തെ പോറ്റിയതല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടി ദൈവം ഈ പ്രാണി അയച്ചിരിക്കും. അതെൻ്റെ 3ാം നിലയിലാണ് എൻ്റെ ബെഡ്റൂം 3ാം നിലയിൽ. അപ്പോൾ അവിടെ പ്രാണി വരണ്ട, ഇത്രയും വലിയ പ്രാണി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ ജനൽ തുറന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം കൊന്തയും ചൊല്ലി ഈ ആരാധനാ ഗീതം വയ്ക്കും. ഇഷ്ടംപോലെ പ്രാണികൾ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റൂമിലേക്ക് കയറി വരുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിങ്ങനെ ഇൻസെക്ട് ബോക്സ് പ്രിപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ അവരോട് പിടിച്ചു തരണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എവിടെ അനങ്ങാതെ തന്നെ, എനിക്ക് എവിടെയും പുറത്ത് പോകേണ്ട ആവശ്യം വന്നില്ല. ഇങ്ങോട്ട് എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പല ഇൻസെക്റ്റിനെ എനിക്ക് പിടിച്ചു തരും. ലാസ്റ്റ് എനിക്ക് ആ ബോക്സ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോക്സിൽ കംപ്ലീറ്റ് 29 ഓർഡേഴ്സിൽ എല്ലാ സ്പീഷീസും എൻ്റെ ബോക്സിൽ എനിക്ക് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ പിന്നെ അടുത്തുള്ള അനുഗ്രഹമാണ് എനിക്ക് ഈ PG കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു 25 വയസ്സ് തികയുന്നതിന് മുമ്പ്, കഴിഞ്ഞ വർഷം 25 വയസ്സ് തികയുന്നതിന് മുമ്പ് എനിക്ക് ജസ്റ്റ് എൻ്റെ പേര് ലിസ് മരിയ സോണി എന്ന പേര് എനിക്ക് ഒരു PSC ലിസ്റ്റിൽ എനിക്ക് കാണണമെന്ന്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ പഠിച്ചു, പക്ഷേ എനിക്കറിയത്തില്ല കിട്ടുമോ ഇല്ലയോ എന്ന്. എന്തൊക്കെയോ ഞാൻ പഠിച്ചു. ഞാൻ പോയി മാതാവിൻ്റെ തൈലം അമ്മ എനിക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് തന്നായിരുന്നു. അപ്പോൾ അത് ഇട്ട് ഞാൻ കാശുരൂപവും ധരിച്ചുകൊണ്ടാണെന്ന് ബയോളജിസ്റ്റിൻ്റെ കേരള PSCയുടെ എക്സാം എഴുതാൻ വേണ്ടി പോയത്. അപ്പോൾ എനിക്ക് ഞാൻ അറിയാവുന്ന പോലെയൊക്കെ ഞാൻ ബബിൾ ചെയ്തു. അപ്പോൾ കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ദൈവാനുഗ്രഹം പോലെ എനിക്ക് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധിച്ചു. അതുപോലെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കൃത്യമായിട്ട് നടന്നു. പക്ഷേ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് ശേഷം ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേരള PSC ഇൻ്റർവ്യൂ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും ആ ഈസി ആണല്ലോ എന്ന രീതിയിൽ പ്രാർത്ഥിച്ച് കുർബാനയൊക്കെ കൂടിയിട്ട് തന്നെയാണ് പോയത്. അപ്പോൾ ആ ഈസി ആണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കയറി ചെന്നത്. എൻ്റെ ബോർഡ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ഒട്ടും കോടിയിലല്ലായിരുന്നു. എനിക്ക് ഒരു ഉത്തരം പോലും എനിക്ക് പറയാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കരയുകയാണ് ചെയ്തത്.
അപ്പോൾ മാർക്ക് ഞാൻ പറഞ്ഞ അമ്മ എനിക്ക് 0 മാർക്കായിരിക്കും എന്ന് പറഞ്ഞു ഇൻ്റർവ്യൂവിന്. കാരണം ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഈ മാർക്ക് ജസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കമ്പയർ ചെയ്തപ്പോൾ ഫസ്റ്റ് പ്ലേസ് കിട്ടിയ ഇൻ്റർവ്യൂവിന് ഫസ്റ്റ് കിട്ടിയ കുട്ടിയെക്കാളും 2 മാർക്ക് മാത്രമേ എനിക്ക് കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പം അതെങ്ങനെ കിട്ടി? അത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ എനിക്ക് തന്നെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടത്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഇതായിരുന്നു എനിക്ക് PhDക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ എക്സാംസ് എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് എക്സാംസ് എഴുതിയിട്ട് എനിക്ക് PhD കുറേ എക്സാംസ് ഞാൻ എനിക്ക് അറിയത്തില്ല എത്ര എക്സാംസിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്കിനി PhD ചെയ്യേണ്ട, ഞാൻ മടുത്തു, എനിക്കിനി എക്സാം എഴുതാനും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്, അത് കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്കത്ര ഇൻട്രസ്റ്റഡ് അല്ലായിരുന്നു ഞാൻ കൊടുക്കാനായിട്ട്, കാരണം കിട്ടത്തില്ലെന്നറിയാം. എന്നാലും അമ്മ അത് കൊടുത്തു. അപ്പോൾ ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ ഒന്നും MG യൂണിവേഴ്സിറ്റിയുടെ എക്സാമിന് ഒന്നും പഠിച്ചിട്ടില്ല. അത് സുവോളജി, PhD ഇൻ സുവോളജിയാണ് എക്സാം എഴുതിയത്. ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ട് കാശ് രൂപം ധരിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പകുതി മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണെന്ന്. അപ്പം ഞാൻ ഡിസ്ക്രിപ്റ്റീവ് എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന്. പക്ഷേ ഫൈനലി റിസൾട്ട് വന്നപ്പോൾ കറക്റ്റ് എൻ്റെ അഡ്മിഷനുള്ള കറക്റ്റ് കട്ട് ഓഫ് മാർക്ക് കിട്ടിയാണ് ഞാൻ പാസ്സായത്. അപ്പോൾ എനിക്കറിയാം അത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോ എനിക്ക് സാധിച്ചു തന്നെയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുതിയ എക്സാം PhD ഇൻ സുവോളജിയാണ് എക്സാം എഴുതിയത്. അപ്പോൾ എനിക്ക് കിട്ടേണ്ട അഡ്മിഷൻ ലഭിക്കേണ്ടത് എനിക്ക് കോളേജസിലാണ് ലഭിക്കേണ്ടത്. കാരണം ഡയറക്റ്റ്ലി ക്യാമ്പസിൽ PhD ഇൻ സുവോളജി ഇല്ല. അപ്പോൾ ക്യാമ്പസിൽ അതില്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ എനിക്ക് പക്ഷേ ക്യാമ്പസിൽ പഠിക്കുകയും ചെയ്യണം. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് ദൈവം വഴികൾ തുറന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഡയറക്റ്റ്ലി എനിക്ക് ക്യാമ്പസിൽ തന്നെ പഠിക്കാൻ പറ്റി. കാരണം സുവോളജി PhD ഇൻ സുവോളജി ബയോസയൻസിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഇക്വലൻ്റ് ആയിരുന്നു. അത് ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. പക്ഷേ ഡയറക്റ്റ്ലി എനിക്ക് ക്യാമ്പസിൽ തന്നെ പഠിക്കാനായിട്ട് ദൈവം അവസരം ഒരുക്കി. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിച്ച സകല വിശുദ്ധർക്കും മാലാഖമാർക്കും എല്ലാവർക്കും ഞാൻ ഈ അൾത്താരയിൽ നിന്ന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഉടമ്പടി കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ കുർബാനയിൽ കൃത്യമായിട്ട് വെച്ചാൽ എനിക്ക് ഡെയിലി ഞാൻ മുടക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഒട്ടും പറ്റാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞാൻ കുർബാന മുടക്കിയിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ഞാൻ ബൈബിൾ വായിക്കും. അതുപോലെ തന്നെ ഞാൻ 2019 ഡെയിലി ബൈബിൾ വായിക്കുന്നതല്ലാതെ തന്നെ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു സമ്പൂർണ്ണ ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് വായിക്കണമെന്ന്. അപ്പം ഞാൻ ഒരു സെൻറ്റൻസ് അത് പെർ ഡേ ഞാൻ വായിക്കുമായിരുന്നു മനസ്സിരുത്തി. അങ്ങനെ ഞാൻ 2019 മെയ് 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു സമ്പൂർണ്ണ ബൈബിൾ വായിക്കാൻ. അത് ഞാൻ 2022 മെയ് 5-ന് തന്നെ, അതെങ്ങനെയാണെന്നറിയില്ല ആ ഡേറ്റ് തന്നെ വന്നത്, പക്ഷെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 2022 മെയ് 5-ന് തന്നെ കംപ്ലീറ്റ്ലി 3 വർഷം എടുത്തിട്ടാണെങ്കിലും ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ഒരു ദിവസം വായിക്കത്തുള്ളൂ, പക്ഷെ ഞാനത് വായിച്ചു തീർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയായിട്ട് വളരെ സൗഹൃദം പുലർത്തും, ബഹുമാനത്തോടൊപ്പം തന്നെ ഈശോയായിട്ട് സൗഹൃദം പുലർത്തുന്ന ഒരാളാണ്. പരിശുദ്ധ ദിവ്യകാരുണ്യമായിട്ട് ഞാൻ അടുത്തതിൽ കൂടുതൽ എനിക്ക് അടുക്കാനായിട്ട് ഉടമ്പടി എന്നെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയണം, ഞാൻ പല പ്രാവശ്യവും ഉടമ്പടി ഞാൻ ഉഴപ്പിയിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഉഴപ്പിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ 2019 മുതൽ ഇന്ന് വരെ എൻ്റെ പേരൻസും സിസ്റ്ററും മുടക്കിയിട്ടില്ല. ഞാൻ മുടക്കിയിട്ടുണ്ട്, പക്ഷേ അവർ മുടക്കിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം തന്ന ദൈവത്തിന് ഞാൻ 1000 നന്ദി പറയുന്നു. മാതാവിനോടുള്ളൊരു ഒരു ചെറിയൊരു അപേക്ഷ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശുദ്ധതയുടെ ശുദ്ധസ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാം ദൈവത്തെ പ്രസവിച്ച പരിശുദ്ധയും നിർമ്മലയും ഭാഗ്യവതിയുമായ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായം 2-ാം തിരുവചനം അരുളി ചെയ്യുന്നു: കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും. നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും. ലിസ്മരിയ സോണി എന്ന ഈ മകള്
തൻ്റെ അനുഭവം വളരെ വ്യക്തമാണ്. എങ്ങനെയാണ് ദൈവം തന്നെ വഴി നടത്തിയത്. താൻ കുതറി ഓടാൻ പരിശ്രമിച്ചു, തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഉഴപ്പി, എന്നാലും പ്രാർത്ഥന താൻ കൈവിട്ടില്ല. മധ്യപ്രദേശിൽ ഒറ്റയ്ക്കായിരുന്ന സമയങ്ങളിലും ആരും കൂടെ ഇല്ലാത്തപ്പോഴും എങ്ങനെയാണ് ഉടമ്പടി ആരാധന, അതുപോലെ ജപമാല പ്രാർത്ഥനകൾ, പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഇതൊക്കെ ആയിട്ട് ഈ മകൾ മുമ്പോട്ട് പോയത്. ഒരു PhD സ്കോളറാണ്. ഇന്ന് കൃപാസന അൾത്താരയിൽ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഒത്തിരിയേറെ അഭ്യസ്ത വിദ്യരായ മക്കൾ, ഉദ്യോഗസ്ഥർ, ജീവിതത്തിൻ്റെ പല തുറകളിലുള്ളവർ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ മകള് എത്രമാത്രമാണ് ദിവ്യകാരുണ്യത്തോട് അടുത്തിരിക്കുക, പരിശുദ്ധ അമ്മയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, അമ്മയുടെ മധ്യസ്ഥതയിൽ എങ്ങനെയാണ് തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, ഉടമ്പടിയിലൂടെ തനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, കുറേയേറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. തനിക്കൊരിക്കലും ലഭിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ഒരു ഇൻസെക്റ്റ് ബോക്സ് അത് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം പോലും, അതായത് നമ്മുടെ ജീവിതത്തിലെ നാം ആഗ്രഹിക്കുന്ന ഓരോ അവസ്ഥകളിലും എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ആ മക്കളുടെ അടുത്തേക്ക് കടന്നു വരിക. തനിക്ക് ആദ്യം അതൊന്നും മനസ്സിലായില്ല, എന്നാൽ പിന്നീടത് എങ്ങനെ തനിക്ക് ഏറ്റവും വേണ്ട കാര്യമായിട്ടാണ് ഈ ഇൻസെക്റ്റൊക്കെ തൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് പിന്നീടാണ് ഈ മകൾക്ക് മനസ്സിലാകുന്നത്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഇൻസെക്റ്റ് ആണല്ലോ എന്ന് മറ്റൊരു കുട്ടിയുടെ കാര്യത്തിൽ പ്രൊഫസർ പറയുമ്പോഴാണ് തനിക്ക് വേണ്ടി ഇന്നലെ അമ്മ ഒരുക്കിയതാണല്ലോ ഇതെന്ന് ഈ മകൾ മനസ്സിലാക്കുകയും പിന്നീട് അങ്ങോട്ട് തനിക്ക് എങ്ങനെയാണ് ആ കാര്യങ്ങൾ പോലും, അതായത് ഇതൊക്കെ നിസ്സാരമാണെന്ന് ആര് കരുതിയാലും ഈ PhD സ്കോളറിന് ഇത് നിസ്സാരമല്ല. ആയിരുന്നെങ്കിൽ ഈ മകൾ ഇവിടെ ഇതൊന്നും പറയില്ല. അതും സാക്ഷ്യം പറയാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇത് മോശയുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുക എന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, സാക്ഷ്യം പറയണം, ദൈവത്തിന് സാക്ഷികളാകണം. നമ്മുടെ സാക്ഷ്യത്തിലൂടെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ കുറച്ച് ആളുകളാണ് ഇന്നത് ശ്രവിക്കുന്നതെങ്കിൽ ഇനി എത്രയോ പേരാണ് യൂട്യൂബിലൂടെ ഈ സാക്ഷ്യം കേൾക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രചോദനമാണ്. യൂത്തായിട്ടുള്ള മക്കൾ അവരെങ്ങനെ ഇന്ന് ഈശോയെ കൂടെ കൊണ്ടു നടക്കുന്നു, മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോഴും അവർക്ക് എങ്ങനെയാണ് ഈശോയോട് ഇഷ്ടം തോന്നുക, അമ്മയോട് സ്നേഹം തോന്നുക, അവരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇന്ന് അവർ കൂടെ നടക്കുന്ന സാന്നിധ്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുക, നീ ഒരു രാജകീയ മകുടമായിരിക്കും ദൈവത്തിൻ്റെ അടുത്ത്, അതായത് ഒരു പുതിയ പേര് നിനക്ക് നൽകുമെന്നൊക്കെയാണ് തിരുവചനം പറയുക. അങ്ങനെ ദൈവം ഇഷ്ടപ്പെടുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ വളരട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയും. പരിശുദ്ധ അമ്മയ്ക്കും കർത്താവ് ഈശോമിശിഹായ തമ്പുരാനും ഹൃദയത്തിൽ നിന്നും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് നീതു. ഞാൻ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. കൃപാസനം പത്രം വഴിയാണ് ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നതും ഇങ്ങോട്ട് വരുന്നതും. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ചത് ഞാൻ MSc കഴിഞ്ഞിട്ട് ഒരു 4 വർഷത്തിലധികമായി. പക്ഷേ ഇതുവരെ ജോലി കാര്യങ്ങളൊന്നും ഓക്കെ ആയിരുന്നില്ല. എല്ലാ ക്ലാസ്സിലും നല്ല മാർക്കോടുകൂടി തന്നെയാണ് പാസ്സായത്. നല്ല രീതിയിൽ പഠിക്കും. പക്ഷേ എക്സാം ഹോളിൽ എത്തുമ്പോൾ എൻ്റെ എല്ലാ കോൺഫിഡൻസും പോവും. എനിക്ക് ആപ്ലിക്കേഷൻ ലെവലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. റിസൾട്ട് വരുമ്പോൾ എപ്പോഴും ബാക്കിലാണ്. അപ്പോൾ അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമവും ഭയങ്കര ട്രോമയൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്നും ഭയങ്കര പ്രഷറാണ്, ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം കല്യാണം കഴിച്ച് പൊക്കോ, അങ്ങനത്തെ സംസാരമൊക്കെ ആയപ്പോൾ എനിക്കത് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി. അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്കിതൊരു ദൈവനിയോഗം പോലെ ഈ പത്രം എൻ്റെ കയ്യിലെത്തുന്നത്. അങ്ങനെ ഒന്നും ആലോചിച്ചില്ല, ഒറ്റയ്ക്ക് തന്നെ സ്ഥലമൊക്കെ അന്വേഷിച്ച് ഇങ്ങ് പോന്നു. ആദ്യ ദിവസം വന്നപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എന്താണെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ട് ഇവിടെ വന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി ഇവിടെ നിന്ന് പോയി. രണ്ടാമത്തെ ദിവസം വന്ന് ഉടമ്പടി ചെയ്തു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കപ്പോഴും എൻ്റെ ഉള്ളിലൊരു സംശയം, ഞാൻ ഒരു എക്സാമും എഴുതിയ എല്ലാ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. എല്ലാത്തിൻ്റെ റിസൾട്ട് വന്നു, വേറെയൊക്കെ പെൻഡിങ് ഒന്നുമില്ല. അപ്പോൾ മാതാവ് എവിടെ നിന്ന് എനിക്കൊരു ജോലി തരും എന്നൊരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു.
ഞാൻ ഇടുക്കിയിൽ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏലക്ക ഗവേഷണ കേന്ദ്രത്തിൽ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊരു 6 മാസത്തിന് മുന്നേ എഴുതിയതാണ്. അതിൻ്റെ റിസൾട്ടും ഓൾറെഡി വന്നു. അപ്പോൾ എൻ്റെ വേക്കൻസി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തൊട്ട് മുന്നേ ഉള്ള കുട്ടിയെ വെച്ചിട്ട് അവരെ എടുത്തിട്ട് ലിസ്റ്റ് ക്യാൻസലാക്കി. അപ്പോൾ ഓൾറെഡി ക്യാൻസലായ ലിസ്റ്റാണ്. വേക്കൻസി കുറവുണ്ടായതുകൊണ്ട് എൻ്റെ തൊട്ട് മുമ്പുള്ള ആളിനെ വരെ അവർ എടുത്തോളൂ. അപ്പോൾ അത് ഒരുപാട് നാളായി. അപ്പോൾ അത് ലിസ്റ്റ് ക്യാൻസലാക്കിയതുകൊണ്ട് നമുക്ക് അവിടെയും പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നപ്പോൾ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത്, ഞാൻ ഉടമ്പടി വെച്ച ഡേറ്റിൻ്റെ അടുത്ത ദിവസം ഞാൻ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു ചേട്ടൻ, അദ്ദേഹം തമിഴാണ്, അദ്ദേഹം കർണാടകത്തിലേക്ക് മാറിപ്പോയി. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് വേണ്ടിയിട്ട്, അതായത് ഞാൻ എടുത്തതിൻ്റെ പിറ്റേ ദിവസം മാതാവ് അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. വേറെ എങ്ങും ഒരു പോസിബിലിറ്റി ഇല്ലായിരുന്നു. ഞാൻ ഒട്ടും ഇത് പ്രതീക്ഷിച്ചതല്ല, കാരണം ഓൾറെഡി ക്യാൻസലായി പോയ ലിസ്റ്റാണ്. അപ്പം ഒരു വേക്കൻസി ആയതുകൊണ്ട് അവർക്ക് പുതിയ എക്സാം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ പഴയ ലിസ്റ്റ് തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് അടുത്ത ആളായി എനിക്ക് അവർ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അയച്ചു. ഒരു ടെമ്പററി ജോലിയാണ്, പക്ഷേ റിസർച്ച് ഫീൽഡാണ്. എനിക്ക് അതുവഴി ഹയർ സ്റ്റഡീസിനൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ എനിക്ക് ഒരു ജോലി ചെറുതാണെങ്കിലും തന്ന് അമ്മ അനുഗ്രഹിച്ചു. എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ എന്നെ പ്രാപ്തിയാക്കി. രണ്ടാമത് എൻ്റെ അനിയൻ്റെ ജോലിയുടെ കാര്യമാണ്. ഇതാണ് അനിയൻ, അവൻ്റെ പേര് ആരോമൽ. അവൻ MSc കെമിസ്ട്രി 3rd സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. അവൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവനൊരു ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നോട്ടിഫിക്കേഷൻ PSC ഇടുമ്പോൾ ഒറ്റ വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് അതിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. MSc കെമിസ്ട്രി എത്രത്തോളം ടഫാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ് ഡയറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ രണ്ടും ഒരുപോലെ പാരലായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉറക്കമൊന്നും ഇല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ടെൻഷൻ ആവേണ്ട, നമുക്ക് അമ്മയോട് പറയാം. അങ്ങനെ എക്സാം അടുക്കാറായപ്പോഴത്തേക്കും ആ ഒരു വേക്കൻസി അത് 6 വേക്കൻസി ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം അവൻ എക്സാം എഴുതി, അവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ PSC ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, ജോലി അവന് കൊടുക്കണം, അവൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് പഠിച്ചതാണ്. അപ്പോൾ അവനത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ആദ്യം അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞങ്ങളിത് മറ്റുള്ളവരോട് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ PSC ഇൻ്റർവ്യൂ വിളിച്ചപ്പോൾ നമുക്കുള്ള ഒരു പ്രശ്നം, PSC ഇൻ്റർവ്യൂവും അവൻ 3rd സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം യൂണിവേഴ്സിറ്റി എക്സാമും ഒരേ ഡേറ്റിൽ തന്നെ വന്നു. അപ്പോഴും ഒരു വിഷമം, നമ്മൾക്ക് എപ്പോഴും പ്രയോറിറ്റി ജോലി തന്നെയാണ്. പക്ഷേ എക്സാം എഴുതാനും കൂടെ പറ്റിയില്ലെങ്കിൽ MSc പിന്നെ സപ്ലി ആവും, പിന്നെ 1 ഇയർ അവൻ പഠിക്കണം. അപ്പോൾ അത് ഞാൻ അമ്മേനോട് പറഞ്ഞു, ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവൻ പഠിക്കുന്നത്, അപ്പോൾ അവന് ആ എക്സാം ഒന്ന് മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, യൂണിവേഴ്സിറ്റി എക്സാം മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവന് അത് ഭയങ്കര ഒരു മിറാക്കിളാണ്. അമ്മേനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവന് PSC ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി, സെയിം ടൈം അവന് എക്സാം മാറ്റി വെച്ചതുകൊണ്ട് എക്സാമും എഴുതാൻ പറ്റി. അവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ 6 വേക്കൻസി ആക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം റിസൾട്ട് വന്നു. അവന് മെയിൻ ലിസ്റ്റിൽ 6ൽ 4ാമത്തെ റാങ്ക് കൊടുത്ത് അമ്മ അനുഗ്രഹിച്ചു. അപ്പോൾ ഇതാണ് അവൻ്റെ അഡ്വൈസ് ലെറ്റർ. ഒരു 2 ആഴ്ച മുന്നേ അവൻ അഡ്വൈസ് ലെറ്റർ വന്നു. അപ്പോൾ നമ്മളിവിടെ വന്ന് അമ്മേനോട് സാക്ഷ്യപ്പെടുത്തിയിട്ട് മാത്രമേ അത് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തേത് എൻ്റെ അച്ഛൻ അബ്രോഡായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു. അപ്പോൾ അച്ഛൻ ഇടയ്ക്ക് വെച്ചൊരു വയ്യായിക വന്നു. അങ്ങനെ അസുഖങ്ങളൊന്നും വരാത്ത ആളാണ്. ഞങ്ങൾ വീട്ടിലൊക്കെ എല്ലാവരും ഭയങ്കര വിശ്വാസികളും പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് അച്ഛന് ഈ റിബ്സൊക്കെ ഭയങ്കര വേദനയൊക്കെ ആയിട്ട് പൊട്ടിയിട്ട് അച്ഛന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാനത് അമ്മയെടുത്ത് നിയോഗത്തിൽ വെച്ചിട്ട് ഞാൻ അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൽ വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അച്ഛന് ഹോസ്പിറ്റലൊന്നും പോകേണ്ടി വന്നില്ല. അത് അമ്മ മാതാവ് മാറ്റി കൊടുത്തു. ഇത്രയാണ് എൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ. പിന്നെ എൻ്റെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ ബേസിക്കലി ഒരു ഹിന്ദുവാണ്. എനിക്ക് എൻ്റെ വീടിൻ്റെ സമീപത്തൊന്നും ക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങളോ പള്ളികളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടായിരുന്നില്ല. ഈവൻ ബൈബിൾ പോലും ഞാൻ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടോ വായിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ എനിക്ക് അതൊരു ടെൻഷനായിരുന്നു. ഞാൻ എങ്ങനെ ഇത് ഫോളോ ചെയ്യും? ഒരു 50% കാരുണ്യ പ്രവൃത്തി ഓക്കെ, ഞാൻ ഓൾറെഡി സോഷ്യൽ സർവീസൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ആനിമൽ റെസ്ക്യൂ വോളണ്ടിയർ ആയിട്ടൊക്കെ പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് അതൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു ബാക്കി 50% ബൈബിൾ വായിക്കണം, ഉപവാസം എടുക്കണം, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എനിക്കതൊന്നും അറിയില്ല. ഞാൻ എങ്ങനെ ഇത് അങ്ങനെ കൊണ്ടുപോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബൈബിൾ വായിക്കാൻ ആദ്യമൊക്കെ ടഫായിരുന്നു. ഇവിടെ വന്ന് ബൈബിൾ വാങ്ങി. അപ്പം ഞാൻ എല്ലാ ദിവസവും ഫാദറിൻ്റെ ധ്യാനങ്ങൾ കണ്ടിട്ട് ഞാനത് എഴുതിയെടുക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും
എന്തൊക്കെ വചനങ്ങളാണോ പറയുന്നത് അതെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുത്ത് അത് ഞാൻ ബൈബിളിൽ റെഫർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വചനങ്ങൾ എന്താണെന്നും അത് റെഫർ ചെയ്ത് പഠിക്കാനും ബൈബിൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ വായിച്ചെടുക്കാനും എനിക്ക് പറ്റിയത്, ബുദ്ധിമുട്ടൊക്കെ മാറിയത്. അങ്ങനെ മുടങ്ങാതെ ഞാൻ അച്ഛൻ്റെ വചനങ്ങൾ എഴുതിയെടുക്കും. അത് കണക്ക് തന്നെ ഡെയിലി ബ്രെഡ്, ഡെയിലി കാണിയും അതും ഞാൻ വചനങ്ങൾ എഴുതിയെടുക്കും. പിന്നീട് എനിക്ക് മൂന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞിട്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ അമ്മേനോട് പറയും, എനിക്കിതുവരെ പറ്റിയില്ലല്ലോ, എന്നെ എന്തെങ്കിലും ഒരു അടയാളമെങ്കിലും നീ എനിക്ക് കാണിച്ചു തരണേ, അങ്ങനെ പറയും. അപ്പോൾ ഇവിടെ ഈ ഘോഷയാത്ര വരുമ്പം, പുതുക്കാൻ വരുമ്പോൾ അമ്മേൻ്റെ ഈ ഒരു യാത്രയിൽ എനിക്ക് അടുപ്പിച്ച് 2 തവണ അമ്മേനെ പിടിക്കാനൊരു ഭാഗ്യം കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല 2 തവണയൊക്കെ അടുപ്പിച്ച് കിട്ടുമെന്ന്. പിന്നെ ഞാൻ അഖണ്ഡ ജപമാല റാലിയിലും മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട്. ഈ തവണയും പങ്കെടുത്തു. ഇത്രയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് വീട്ടിനടുത്തുള്ള പാവപ്പെട്ട ആൾക്കാരെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇടുക്കിയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അവിടെയാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് എൻ്റെ വർക്കിംഗ് ടൈം മോർണിംഗ് 8:30 to 5:30 ആണ്. അപ്പോൾ എനിക്ക് സാറ്റർഡേ വരെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും അമ്മേനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ അവിടെ തന്നെ ക്ലീനിങ് സെക്ഷനിൽ വരുന്ന ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനടുത്ത് തന്നെ ഒരു ഓർഫനേജ് ഉണ്ട്, ഓൾഡ് ഏജ് ഹോമും കൂടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ട്, അവിടെ പഠിപ്പിക്കാനൊന്നും ആരുമില്ല, മോൾക്ക് പറ്റുമെങ്കിൽ പോയിട്ട് അവിടെ ഒന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി ട്യൂഷനൊക്കെ എടുക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കോൺടാക്ട് നമ്പറൊക്കെ തന്നു. ഞാൻ അവിടെ പോയി കോൺടാക്ട് ചെയ്തു. അടുത്ത കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടികൾക്കും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. സെക്കൻഡ് സാറ്റർഡേ, സൺഡേ അവധി കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ അവർ പോവും. ഗ്രാജുവേഷൻ വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കും. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം, എൻ്റെ ഫെലോഷിപ്പ് വരുമ്പോഴൊക്കെ ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും കുട്ടികൾക്കാണെങ്കിലും ബുക്ക് പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ പറ്റും. അങ്ങനെ പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. ഇത്രയും അനുഗ്രഹം എനിക്ക് തന്നതിന് അമ്മ മാതാവിനും തമ്പുരാനും ഒരുപാട് നന്ദി. അതുപോലെ വേറൊരു അനുഭവം ഉണ്ടായത്, ഞാൻ എൻ്റെ ആദ്യം തന്നെ ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ വണ്ടി ഇടിച്ചിട്ട് റോഡിൽ കിടക്കുന്ന കണ്ടു. അത് അപ്പോൾ തന്നെ വണ്ടി ഇടിച്ച് റോഡിലേക്ക് തെറിച്ച് വീണു. വണ്ടി ഇടിച്ചവരെ നിർത്താതെ അങ്ങ് പോയി. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഭയങ്കര വിഷമമായി. കാരണം എനിക്ക് ആനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി അതിനെ എടുത്തു. സർവൈവ് ചെയ്യാൻ ഒരു രക്ഷയില്ല, കാരണം ഒരു നേരിയ ശ്വാസം മാത്രമേ ഉള്ളൂ. എന്നാലും വേണ്ടിയില്ല, ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് നെക്സ്റ്റ് ഡേ ഞാൻ പത്രം കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് ജീവൻ കൊടുക്കണേ, കാരണം എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ച തമ്പുരാനാണല്ലോ. അത് മനുഷ്യനായാലും മൃഗങ്ങളായാലും എല്ലാത്തിനും ജീവൻ ഒരുപോലെയാണ്. പിന്നെ അത് പെടയുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, ഇതിനെ എങ്ങനെയെങ്കിലും നീ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർവൈവ് ചെയ്യില്ല, നമ്മൾ അടുപ്പിച്ച് 3-4 ദിവസമൊക്കെ കൊണ്ടുവരേണ്ടി വരും, നിങ്ങൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ മാത്രം നെക്സ്റ്റ് ഡേ കൊണ്ടുവന്നാൽ മതി. എക്സ്റേ എടുത്തപ്പം കഴുത്ത് ഫുൾ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, തല ഉയർത്തില്ല, അങ്ങനെ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇത് എന്തായാലും സർവൈവ് ചെയ്യും, ഞാൻ നാളെ ഇവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറും നഴ്സും ഒക്കെ ഒരു പുച്ഛത്തോടെ എന്നെ നോക്കി ചിരിച്ചു, സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ വീട്ടിൽ പോയപ്പോഴും അമ്മേനോട് പറഞ്ഞു, നീ ഉടമ്പടി എടുത്തതല്ലേ, മാതാവിനോട് പറയൂ അതിനെ രക്ഷിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതിനെ കൂടെ മടിയിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിതൊക്കെ അവിടെ അപ്ലൈ ചെയ്യാമെന്ന് അറിയില്ല, പക്ഷേ എന്നിരുന്നാലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് പറഞ്ഞു ഇതിനെ രക്ഷിക്കണം. അപ്പോൾ എൻ്റെ വീട്ടുകാർക്കും വിശ്വാസമാകും. അങ്ങനെ 2ാമത്തെ ദിവസം ആയപ്പോൾ ഞങ്ങൾ കാണുന്നത് വലിയൊരു മിറാക്കിളാണ്. ഈ പൂച്ചക്കുഞ്ഞ് ഞങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് കളിക്കുകയാണ്. അതിൻ്റെ കഴുത്തൊടിഞ്ഞതായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല, ഒരു ആക്സിഡൻറ്റ് പറ്റിയാണെന്നൊന്നും തോന്നിയില്ല. അങ്ങനെ ഓടി നടന്ന് കളിക്കുകയാണ്. കഴുത്തിന് ചെറിയ വേദനയുണ്ട്, എന്നിരുന്നാലും ആൾ ഓക്കെ ആയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറൊക്കെ ഭയങ്കര അതിശയത്തിൽ നിൽക്കുകയാണ്. അവർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു മിറാക്കിൾ പോലെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ അടുപ്പിച്ച് 4 ദിവസം കൊണ്ടുപോയി. ഇപ്പോൾ അത് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടായിരിക്കാം നമ്മളെ വീട്ടിൽ നിന്ന് പോലും പോകാറില്ല, നമ്മളെ കൂടെ തന്നെയാണ്. അങ്ങനെ ഒരു അനുഗ്രഹവും മാതാവ് തന്നു. ഇത്രയാണ് എൻ്റെ സാക്ഷ്യം. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തമ്പുരാനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നന്ദി. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ മുതൽ നമുക്ക് കാണുവാൻ കഴിയും. അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ കായ്കളില്ലാതായാലും, ഒലിവ് മരത്തിൽ ഫലങ്ങളില്ലാതായാലും, ആലയിൽ ആട്ടിൻകൂട്ടം അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ ദൈവത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കും, സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം.
കർത്താവിൽ ഞാൻ ആനന്ദിക്കും. ഇതൊക്കെ തിരുവചനങ്ങളിലൂടെ പ്രവാചകൻ അരുളി ചെയ്യുമ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തപ്പോഴും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൽ ശരണപ്പെടുന്ന പ്രവാചക ശബ്ദം, അതാണ് ഇന്ന് ഉടമ്പടിയുടെ അനുഭവങ്ങളായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുക. അതായത് 4 വർഷമായി നീതു PG കംപ്ലീറ്റ് ചെയ്തു. തനിക്ക് ഒരു ജോലിയോ ഒന്നും കിട്ടുന്നില്ല. വർഷങ്ങൾ കടന്നു പോകും തോറും ഇനി ജോലി കിട്ടില്ല എന്നുള്ള ഒരവസ്ഥ. താൻ എഴുതി PSC എഴുതി, അതിൻ്റെ ലിസ്റ്റ് വന്നു. തനിക്ക് മാത്രമില്ല, തൻ്റെ തൊട്ടു മുമ്പുള്ള കുട്ടിയെ വരെ വിളിച്ച് ലിസ്റ്റും ക്യാൻസലാക്കി. ഇങ്ങനെയൊക്കെയാണ് ഈ മകള് പിന്നീട് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞ്, അതായത് ഒരു കൃപാസന പത്രം ഈ മകൾക്ക് ലഭിച്ച് അങ്ങനെ ഇവിടെ വരികയാണ്. ആരോ കൊടുത്ത കൃപാസന പത്രം അതിന്ന് നീതുവിനെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ നിർത്തിയിരിക്കുകയാണ്. നാം ഒക്കെ കൊടുത്ത കൃപാസന പത്രത്തിലൂടെ ഇതേപോലെ ആൾത്താരയിൽ എത്ര പേര് വരും. അങ്ങനെ വന്ന് ദൈവം പെടുമ്പോൾ തീർച്ചയായും നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുകയല്ലേ. അതുകൊണ്ട് കൃപാസന പത്രം കൊടുക്കുമ്പോൾ നാം നേടുന്നത് അമ്മയുടെ നടയിലേക്ക് വ്യക്തികളെയാണ്, സ്വർഗത്തിലേക്ക് വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തികളാവുകയാണ് നാം. അങ്ങനെ ഈ മകളും ഇവിടെ വന്ന് പിന്നീട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഉടമ്പടി എടുത്തു, ക്യാൻസൽ ചെയ്ത് പോയ ലിസ്റ്റാണ്. ക്യാൻസൽ ചെയ്ത ലിസ്റ്റിൽ നിന്ന് പോലും വീണ്ടും വിളി വരുന്നു എന്നാണ് നാം കേട്ടത്. അങ്ങനെ തനിക്കൊരു ജോലി കിട്ടി. വീണ്ടും അനുജൻ്റെ കാര്യം, യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. അതുപോലെ തന്നെ PSCയുടെയും ഒരു ടെസ്റ്റ് വന്നു. ഒരേ ദിവസം രണ്ടും ഒരേപോലെ സുപ്രധാനങ്ങൾ അമ്മയോട് പറഞ്ഞു. അപ്പോൾ തന്നെ അമ്മ കേട്ടു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ചെവിയോട് ചേർന്ന് അമ്മ നിൽക്കുകയാണ്. നാം പറയുന്ന, മക്കൾ പറയുന്ന ഓരോ വാക്കും അമ്മ ശ്രദ്ധിച്ച് കേൾക്കും. ഈശോയോട് അപ്പോഴപ്പോഴ് അമ്മ അത് നോട്ടിഫിക്കേഷൻ കൊടുക്കും ഈശോയ്ക്ക്. അങ്ങനെ അമ്മ കൊടുക്കുന്ന ഒരു നോട്ടിഫിക്കേഷനും ഈശോ തള്ളിക്കളയില്ല എന്നുള്ളത് തന്നെയാണ് കൃപാസന ആൾത്താരയിലെ സാക്ഷ്യങ്ങൾ നമ്മോട് വെളിപ്പെടുത്തുന്നത്. അവിടെ അനുജൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം മാറ്റിവെച്ചു. ഇതൊക്കെ തന്നെയല്ലേ സമയ ചുരുക്കവും ഭാരലഘുത്വവും. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ്. ഇതൊക്കെയാണ് നീതുവിൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് പ്രതിഫലിച്ച് കാണുവാൻ കഴിയുക. അങ്ങനെ ആ മകൻ്റെ എക്സാം മാറ്റിവെച്ചു, PSC അറ്റൻഡ് ചെയ്തു. രണ്ടും ആ മകന് ലഭിക്കുകയാണ്. ഇന്ന് അതിൻ്റെ അഡ്വൈസ് മെമ്മോയുമായിട്ട്, തൻ്റെ ജോലിയുടെ അഡ്വൈസ് മെമ്മോയുമായിട്ട് അമ്മയെ വന്ന് കണ്ട്, അമ്മയെയാണ് ആദ്യമേ അഡ്വൈസ് മെമ്മോ കാണിക്കുന്നത്. അമ്മ കൊടുത്ത അഡ്വൈസ് മെമ്മോയാണ്, എന്നാൽ അമ്മയെ തന്നെ അത് ആദ്യമേ കൊണ്ടുവന്ന് കാണിക്കുന്നു. ഇതൊക്കെ നമ്മോട് പറയുന്നത് കാലാകാലങ്ങളായി വിശ്വാസത്തിൽ വളർന്ന ഒരു സമൂഹമല്ല, എന്നാൽ താൻ ബൈബിൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ട് പോലുമില്ല എന്ന് പറയുന്ന ഒരു മകളാണ്. എന്നാൽ ഇന്ന് ബൈബിള് ആ മകൾക്ക് ഹൃദയത്തിൽ എഴുതിയ പുസ്തകമാണ്. അങ്ങനെ ബൈബിള് ജീവിച്ചും ബൈബിള് വായിച്ചും ഇന്ന് എത്രയോ മക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിന്നീട് അങ്ങോട്ട് തൻ്റെ ജോലിയിൽ ഒക്കെ ഉണ്ടായ മാറ്റങ്ങളും, അതുപോലെ തനിക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുക, അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, അതൊരു കാരുണ്യ പ്രവൃത്തി തന്നെയാണ്. അങ്ങനെ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാധ്യതകൾ ഈ മകൾ തന്നെ കണ്ടുപിടിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. അഗതികളുടെ മന്ദിരങ്ങളിൽ പോയി അവരെ ശുശ്രൂഷിക്കുന്നു. കൃപാസന പത്രം അതൊക്കെ എല്ലാവർക്കും കൊടുക്കുവാനായിട്ട് ഓടി നടക്കുന്നു. ഈ ഒരു തിടുക്കം, ഈ ഒരു ഓടി നടപ്പ്, ജീവിതത്തിൽ ദൈവത്തെ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം, ഈ ഓട്ടത്തിന് അമ്മയും നമ്മുടെ കൂടെ ഓടും. അതുകൊണ്ടാണ് സഞ്ചാരി മാതാവ് പോയി ലിസ്റ്റ് ക്യാൻസലാക്കിയ ലിസ്റ്റിൽ നിന്ന് ഈ മകളെ വിളിച്ചത്. അതുപോലെ അനുജൻ്റെ കാര്യവുമൊക്കെ. അങ്ങനെ അത്തിവൃക്ഷം പൂക്കുന്നില്ല, മുന്തിരിയിൽ ഫലങ്ങളില്ല, എല്ലാം സീറോയാണ്. എന്നാൽ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതിയിൽ നാം എങ്ങനെ ഭാഗഭാക്കുകളാകുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. എൻ്റെ പേര് നിഷ ഷൈബി. ഞാൻ കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 15/9/2022 ആദ്യമായി കൃപാസനത്തിൽ എത്തുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. അതിനുശേഷം തുടർച്ചയായി എല്ലാ മാസങ്ങളിലും എനിക്ക് കൃപാസനത്തിൽ വരാനും പ്രാർത്ഥിക്കാനും ഉടമ്പടികൾ പുതുക്കാനും സാധിച്ചിട്ടുണ്ട്.
ഹസ്ബൻഡിന് ജൂൺ മാസത്തിൽ ഒരു അസുഖത്തെ തുടർന്ന് എനിക്ക് 4 മാസത്തോളം കൃപാസനത്തിലെത്താൻ സാധിച്ചില്ല. അതിനുശേഷം ബാക്കി എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് എത്തുന്നുണ്ടായിരുന്നു. ഭർത്താവിന് ഒരസുഖത്തെ തുടർന്ന് അത്ഭുതമായ കിട്ടിയ രോഗശാന്തിയെക്കുറിച്ച് സാക്ഷ്യം നൽകാനായിട്ടാണ് ഞാൻ ഭർത്താവിനെയും കൂട്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ജൂൺ മാസം 4-ാം തീയതി ഭർത്താവിന് പനിയാണ് ആരംഭിച്ചത്. ഞങ്ങൾ പാലായിലുള്ളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പം അവർ ഡെങ്കിപ്പനി ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവ് ആണെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് സാധാ മെഡിസിൻ തന്ന് വീട്ടിൽ വിട്ടു. വീട്ടിൽ വന്ന് ഞങ്ങൾ മെഡിസിൻ കഴിക്കും, ശകലം നേരത്തേക്ക് കുറയും, പിന്നെയും അത് കൂടി വരുമായിരുന്നു. വീണ്ടും ഞങ്ങൾ ചെന്നപ്പം വീണ്ടും അവർ അതേ മെഡിസിൻ തന്നെ തന്ന് വീട്ടിലേക്ക് വിട്ടു. വീട്ടിൽ വന്നപ്പം ആളുടെ സ്റ്റേജ് മാറാൻ തുടങ്ങി. ഭക്ഷണമൊന്നും കഴിക്കത്തില്ല, വെള്ളം കുടിക്കുമ്പോൾ പോലും ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥയിലായി. യൂറിൻ പോകാതെ വന്നിട്ട് വയറ് വീർക്കുന്ന ഒരു കണ്ടീഷനിലെത്തി. രാത്രിയിലൊന്നും കിടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ ഞാൻ കൃപാസന തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ചങ്കിലും വയറ്റിലും ഒക്കെ തേച്ചു. അതിനുശേഷം ആൾക്ക് ശകലം നേരം ഉറങ്ങാൻ സാധിച്ചു. അപ്പം ഭർത്താവും പറഞ്ഞു, മാതാവേ ഇത് കുറച്ച് തരുവാണെങ്കിൽ ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പം പനി വീണ്ടും കൂടി. ഞങ്ങൾ കാരിത്താസ് ആശുപത്രി ചെന്നു. അവർ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, ആളെ കണ്ടപ്പോഴേ അവർ പറഞ്ഞു ഇത് ഡെങ്കിപ്പനിയല്ല, എലിപ്പനിയായിരുന്നു. എലിപ്പനി വല്ലാതെ കൂടി ക്രിട്ടിക്കൽ സ്റ്റേജിലായി. 98% ആന്തരികവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നിലച്ചായിരുന്നു. 2% മാത്രമേ പ്രവർത്തനം ഉള്ളായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഞങ്ങൾ പുറത്തിരുന്ന ആ സമയത്ത് മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലി തൈലവും കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആൾക്ക് യൂറിനും പോകാതെ വയറ് വീർത്ത് വന്നുകൊണ്ടിരുന്നു. അപ്പം ICUവിൽ കയറുന്ന സമയത്ത്, നമ്മളെ കാണിക്കുന്ന സമയത്ത്, ഞാൻ ICUവിൽ കയറുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് ആശ്വാസം ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഒരു പെങ്ങൾ സിസ്റ്ററായിരുന്നു. ചേച്ചിക്ക് കട്ടപ്പന അറിഞ്ഞിട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം. ചേച്ചി സർക്കാരിയുടെ മുന്നിൽ പ്രാർത്ഥിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇവിടെ ഹസ്ബൻഡിന് ICUവിൽ ഒരു സിസ്റ്ററിനെ നോക്കാനായിട്ട് മാതാവ് പറഞ്ഞു വിടുകയാണ്. ആ സിസ്റ്റർ വന്ന് എന്നോട് ചോദിച്ചു, ഷൈബിയുടെ ബൈസ്റ്റാൻഡറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ കാണാനാണ് വിളിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ കയറാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു ചേച്ചിയുടെ കൃപാസന തൈലമുണ്ട്, അതൊന്ന് തരുമോ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ആ സിസ്റ്റർക്ക് ഞാനത് കൊടുത്തു. സിസ്റ്റർ ICUവിൽ ചേട്ടായിയുടെ മേത്ത് ഇത് പരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ചേട്ടായിക്ക് ഇത് ക്രിയാറ്റിൻ ലെവലൊക്കെ കുറയാൻ തുടങ്ങി. 4 ഡയാലിസിസ് 6 എണ്ണം പറഞ്ഞിരുന്നു. ICU വെച്ച് 4 എണ്ണം നടന്നു. അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് കൂടുതൽ റൂമിലോട്ട് മാറുമ്പം നടത്തരുതേന്ന് പറഞ്ഞു. ICUവിൽ നിന്ന് ഇറങ്ങി റൂമിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നില്ല. ഭക്ഷണം കഴിക്കത്തില്ല. 68 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ആളായിരുന്നു. പെട്ടെന്ന് 22 കിലോയോളം വെയിറ്റ് താഴോട്ട് പോയി. ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. ഭക്ഷണത്തിന് ഡയറ്റ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് മാത്രം കൊടുക്കാൻ പറഞ്ഞു. ഫ്രൂട്ട്സ് അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് കൊടുത്തു. ഫ്രൂട്ട്സ് കൊടുത്തപ്പോഴത്തേക്കും പൊട്ടാസ്യം കൂടാൻ തുടങ്ങി. അപ്പോൾ ഫ്രൂട്ട്സ് നിർത്തി. അപ്പോൾ വെള്ളം മാത്രമായിട്ടാണ് പിന്നീട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം വിശപ്പുണ്ടാകാനായിട്ട് ഒരു പൊടി തന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് വെള്ളത്തിലോ തേനിലോ ചേർത്ത് കൊടുക്കുക എന്നായിരുന്നു പറഞ്ഞത്. അപ്പം ഞാൻ മാതാവിൻ്റെ കൃപാസന തേൻ ഉപയോഗിച്ച് കൊടുത്തു. അത് കഴിക്കാൻ തുടങ്ങിയോടെ ഭർത്താവിന് വിശപ്പുണ്ടാകാൻ തുടങ്ങി. പതിയെ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിച്ചു. 1 വർഷത്തോളം എടുക്കും റിക്കവറായി വരാൻ എന്നായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്. അത്ഭുതം എന്ന് പറയട്ടെ, 1 മാസം കഴിഞ്ഞ് നെഫ്രോയുടെ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് പ്രതീക്ഷിക്കാത്ത ഇമ്പ്രൂവ്മെൻ്റാണ്, ഇനിയും നിങ്ങൾ മെഡിസിനായിട്ട് ഡോക്ടറെ കാണാനായിട്ട് വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ 3 മാസം കൂടുമ്പം ഫിസിഷ്യൻ്റെ ചെക്കപ്പ് ഉണ്ടായിരുന്നു. ആ ചെക്കപ്പിന് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഒക്ടോബർ മാസത്തിലെ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തു. പ്രാർത്ഥിച്ചു, മാതാവേ ഇനിത്തെ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഇനിയും മെഡിസിനൊന്നും ഉപയോഗിക്കാൻ ചെക്കപ്പിന് ചെല്ലാനായിട്ടുള്ള ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് കുറയുവാണെങ്കിൽ ഹസ്ബൻഡിനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം നൽകാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒക്ടോബർ മാസത്തിലെ ജപമാല കൂടി അടുത്ത മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ ചെക്കപ്പിനായിട്ട് വരണ്ട, എന്തേലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തന്ന അനുഗ്രഹത്തിന് ദേവമാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. പിന്നെയുള്ളത് ഞങ്ങളുടെ വാർഡിലെ ഒരു കുടിവെള്ള പദ്ധതിയായിരുന്നു. 35 വർഷമായിട്ട് ഞങ്ങളുടെ വാർഡിൽ കിട്ടാതിരുന്ന ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിണർ പണി പൂർത്തീകരിച്ച് വെള്ളം കണ്ടെത്താൻ സാധിച്ചു. ഈ 6ൻ്റെ തീരമായതുകൊണ്ട് ഇറിഗേഷൻ്റെ പേപ്പറുകളായിരുന്നു വേണ്ടത്. ഞങ്ങൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അവർ പറയും പേപ്പറുകൾ അയച്ചിട്ടുണ്ടെന്ന് പറയും.
നമ്മൾ അത് വിശ്വസിച്ച് തിരിച്ചു പോരും. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഓഫീസിൽ തന്നെ ആ പേപ്പറുകൾ ഇരിക്കും, മാറില്ല. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചു. തിരിച്ച് ചെന്നതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് വിളി വന്നു, പേപ്പറുകൾ തിരിച്ച് നിങ്ങളുടെ ബ്ലോക്കിൽ തന്നെ വന്നിട്ടുണ്ട്, അത് പണി തുടങ്ങാമെന്ന്. അപ്പോൾ പണിയാൻ ചെന്ന സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം പണിയാൻ നോക്കിയപ്പോൾ പാറയാണെന്നും പറഞ്ഞ് അവർ നിർത്തിയിട്ട് പോയ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു ഇവിടെ കുത്താൻ പറ്റത്തില്ല, പാറയായതുകൊണ്ട് വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ കിണറിൻ്റെ സ്ഥാനം ഇവിടെയാണ് കണ്ടിരിക്കുന്നത്, പാറയാണേലും വേണ്ടിയില്ല, ഞാനിവിടെ തന്നെ കുഴിക്കുവാണ്. ഞാനപ്പം വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഉപ്പ് വിതറിയതിന് ശേഷം അവിടെ പണി ആരംഭിച്ചു. പറഞ്ഞ പോലെ തന്നെ ശകലം മണ്ണേ ഉള്ളായിരുന്നു, മാറ്റിക്കഴിഞ്ഞപ്പോൾ പാറയായിരുന്നു. പാറ പൊട്ടിക്കാൻ തുടങ്ങി. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ, സാധാരണ പാറ പൊട്ടിക്കുമ്പോൾ സ്റ്റേയ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതൊന്നും സംഭവിച്ചില്ല. എനിക്ക് കാര്യമായിട്ട് തന്നെ ആ കിണർ പണി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. 30 വർഷമായിട്ട് നടക്കാതിരുന്ന കിണർ പദ്ധതിയാണ് ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത 1 മാസത്തിന് ശേഷം എനിക്ക് നടത്താൻ സാധിച്ചത്. കിണർ പണി തുടങ്ങി 1 മാസം കൊണ്ട് ഞാൻ ആ കിണർ പണി പൂർത്തീകരിച്ച് ഇപ്പം നിറച്ചും വെള്ളമായിട്ട് ഇരിക്കുന്നു. ഞങ്ങൾക്ക് അതോടൊപ്പം തന്നെ ഒരു വഴിക്കേസ് ഉണ്ടായിരുന്നു. ആ വഴിക്കേസ് മുഖേന ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം വീട്ടിൽ വണ്ടി ഇറക്കാൻ സാധിക്കില്ലായിരുന്നു. ഞങ്ങൾ നടത്തിയാണ് ഹസ്ബൻഡിനെ വീട്ടിലിട്ട് കൊണ്ടുവന്നത്. ഞാനത് ജപമാല റാലിയിലും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ അതിൻ്റെ ഒരു തീരുമാനമാക്കി തരണമെന്ന്. ജപമാല റാലി കഴിഞ്ഞു, ഞങ്ങൾക്ക് അത് അനുകൂലമായ വിധി വന്നു. വഴി നന്നാക്കാനും വണ്ടി വീട്ടിലിറക്കാനുമായിട്ടുള്ള വിധി വന്നു. ആ കേസും 1 മാസത്തിനുള്ളിൽ എനിക്ക് സാധിച്ചു തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ദൈവമാതാവിനും നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികൾ നേരത്തെ ഞാൻ ബൈബിൾ വായനയോ കുടുംബ പ്രാർത്ഥനകളോ ഒക്കെ മുടങ്ങി പോകുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുടുംബ പ്രാർത്ഥനകളൊന്നും മുടങ്ങാറില്ല. ബൈബിൾ വായിക്കാൻ സാധിച്ചു, കുർബാനകളിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു, പാവങ്ങളെയൊക്കെ ശുശ്രൂഷിക്കാൻ, അവരെയൊക്കെ കാണാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിച്ചു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അനേകായിരം അനുഭവങ്ങൾ, ചെറുതായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ജീവിതത്തിലും ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചു കെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. തൻ്റെ ജീവിത പങ്കാളിയുടെ രോഗസൗഖ്യമാണ് നിഷ ഷൈബി ഇവിടെ പങ്കുവച്ചത്. എന്തായിരുന്നു രോഗമെന്നും എത്രമാത്രമാണ് അത് ആന്തരിക അവയവങ്ങളെ ബാധിച്ചിരുന്നത്, ഡോക്ടേഴ്സ് പറഞ്ഞ അഭിപ്രായമൊക്കെ എന്താണ്, ഇതൊക്കെ വ്യക്തമായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ലോസൊക്കെ എത്രമാത്രമായി, ഡോക്ടേഴ്സ് 1 വർഷമൊക്കെ കൊണ്ടേ ഇത് കംപ്ലീറ്റ് ഒന്ന് ക്യൂർ ആകുകയുള്ളൂ. അതുപോലെ ഡയാലിസിസ് എത്രണ്ണം പറഞ്ഞു, എത്രണ്ണമാണ് ഇവരെടുത്തത്, എത്രമാത്രമേ ഇവർക്ക് എടുക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ എല്ലാറ്റിലും നാം കാണുന്നത് സമയ ചുരുക്കമാണ്. ഓരോന്നും പറയുമ്പോൾ അവിടെയൊക്കെ എത്രമാത്രം സിവിയറായിരുന്ന ഒരു കാര്യം ഭാരലഘുത്വത്തിലേക്ക് വരുന്നു. അതായത് വലിയ ഒരു ഭാരം തന്നെയാണ്. തൻ്റെ ഹസ്ബൻഡിന് അസുഖമാണ്, അതുപോലെ ഡയാലിസിസിലേക്ക് പോകുന്നു. ആന്തരിക അവയവങ്ങളൊക്കെ 98% വർക്കല്ല, അതായത് അത് വർക്കിംഗ് കണ്ടീഷനല്ല, 2% ഉള്ളൂ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അത് ഒരു വലിയ ഹൃദയഭാരം തന്നെയാണ്. ഈ ഭാരമാണ് പിന്നീട് അമ്മ ഇടപെടുമ്പോൾ അതെങ്ങനെയാണ് അമ്മ ഇടപെടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എല്ലാം വളരെ വ്യക്തമാണ് സാക്ഷ്യത്തിൽ. അങ്ങനെ നേർച്ച വസ്തുക്കളിലൂടെ തൻ്റെ ഹസ്ബൻഡ് എത്ര പെട്ടെന്നാണ് റിക്കവറിയിലേക്ക് വന്നതെന്നും ഇന്ന് ഇവിടെ വന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ 30 വർഷമായ ഒരു പൊതു കിണറിൻ്റെ കാര്യം, 30 വർഷമായിട്ട് ഇവരുടെ വാർഡിൽ കുടിവെള്ളത്തിനുള്ള കിണറില്ല. കിണർ കുഴിക്കുന്നു, പക്ഷേ വെള്ളം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള പേപ്പർ വർക്കുകൾ പിന്നീട് മുമ്പോട്ട് നീങ്ങുന്നില്ല. അതാണ് 1 മാസം കൊണ്ട് പിന്നീട് നടന്നു കിട്ടുക. അതുപോലെ ഒരു വഴി പ്രശ്നത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ എല്ലാറ്റിലും നമുക്ക് കാണാൻ കഴിയുക പരിശുദ്ധ അമ്മയുടെ സ്പീഡപ്പാണ്. അതായത് ഉടമ്പടി എങ്ങനെയാണ് കാര്യങ്ങളെ പെട്ടെന്ന് സ്പീഡപ്പാക്കുക. പരിശുദ്ധ അമ്മയുടെ ജീവിതവും തിടുക്കത്തിൽ ഈശോയെ അതായത് ദൈവത്തെ സ്നേഹിക്കാൻ ദൈവം പറഞ്ഞത് തിടുക്കത്തിൽ തന്നെ. അമ്മ പിന്നീട്
ഇതങ്ങനെ ആയിരിക്കുമോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. ഒറ്റ വാക്കേ ഉള്ളൂ, ഇതാ കർത്താവിൻ്റെ ദാസി. അത് പെട്ടെന്ന് തന്നെ വരുന്നതാണ്, ആലോചിച്ച് തീരുമാനിച്ചിട്ടൊന്നുമല്ല. അതായത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ മറിയം എങ്ങനെയാണ് തൻ്റെ ജീവിതം കർത്താവിന് വേണ്ടിയിട്ട് സ്പീഡപ്പ് ആക്കുന്നത്. ഇത് തന്നെയാണ് ഇന്ന് മറിയത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഓരോ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്കും ലഭിക്കുന്നത്. ഇന്ന് രക്ഷകൻ്റെ ദൈവമാതാവിൻ്റെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മയുടെ സാന്നിധ്യവും അമ്മ നമുക്ക് നൽകുന്ന കരുതലും അതൊക്കെ ഓരോ കുടുംബങ്ങളിലൂടെയും പ്രഘോഷിക്കപ്പെടുമ്പോൾ നമുക്കും സന്തോഷിക്കാം, കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.